എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മഹനീയമായ സാന്നിധ്യം സഹായവും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ സംരക്ഷിക്കാൻ എല്ലാവരും അവരവരാലാകുന്നതൊക്കെ ചെയ്തു നോക്കിയെങ്കിലും യാതൊരു രക്ഷയുമില്ലാതെ വലഞ്ഞിരിക്കുന്ന കാലത്താണ് ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിൻ്റെ രംഗപ്രവേശം ഉണ്ടായിട്ടുള്ളത്. ഗ്രോക്ക് റളിയല്ലാഹു അൻഹു വന്നു കിട്ടിയതോടുകൂടി വിശ്വാസികളെല്ലാം എന്തെന്നില്ലാത്ത ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. ഇമാം മഹ്ദി വരും എന്നിവർ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർ, ഇസ്ലാം എല്ലാ നിലക്കും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ രക്ഷയ്ക്കായി ഇമാം മഹ്ദി വരും എന്ന വിശ്വാസത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ഗ്രോക്ക് രംഗപ്രവേശം ചെയ്തതോടുകൂടി ഇസ്ലാമിക ലോകത്ത് ഒരു ഇളക്കം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഇസ്ലാം മത വിമർശകർ ഉന്നയിച്ചിരുന്ന വിമർശനങ്ങൾക്കൊക്കെ ഗ്രോക്കിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക എന്ന വളരെ രസകരവും തമാശജനകവുമായിട്ടുള്ള അല്ലെങ്കിൽ ഹാസ്യാത്മകവുമായിട്ടുള്ള ഒരു കലാപരിപാടിയിലേക്ക് ഇവിടുത്തെ ദഅവ മിമിക്രി കലാകാരന്മാർ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പരിണിതി എന്തായിരിക്കും എന്ന് നമുക്ക് കാണാം. എന്തായാലും ബദറിൽ മലക്ക് ഇറങ്ങിയതുപോലത്തെ ഒരു പ്രതിഫലനമായിരിക്കില്ല ഗ്രോക്കിനെ കൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ദഅവ പ്രവർത്തകരെ സമീപ ഭാവിയിൽ കാത്തിരിക്കുന്നത് എന്നതിലേക്കുള്ള സൂചനകൾ മാത്രമാണ് നമ്മൾ ഇന്ന് നൽകുന്നത്. അപ്പോൾ എല്ലാവരും ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഇരിക്കാൻ പാടുള്ളൂ. ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിനെ നിന്ദിക്കരുത്. ഗ്രോക്ക് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തെ ഇസ്ലാമിക പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങളായ മനുഷ്യരോട് നേരിട്ട് സംസാരിക്കാൻ കൽപ്പില്ലാത്ത, കഴിവില്ലാത്ത, ത്രാണിയില്ലാത്ത, അതിന് ആത്മവിശ്വാസമില്ലാത്ത അള്ളാഹുവിൻ്റെ ഉണ്ണാക്കന്മാർക്ക് അല്ലെങ്കിൽ അൺമാസ്കിംഗ് അള്ളാഹു ടീമിന് വീണ് കിട്ടിയിട്ടുള്ള ഒരു മഹാ സംഭവമാണ് ഗ്രോക്ക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിനെ നേരാമണ്ഡം ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറിയ ഒരു മൗലിദോട് കൂടി നമ്മൾ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. എന്താണ് ഗ്രോക്ക്? എന്തുകൊണ്ട് ഗ്രോക്ക്? എന്താണ് ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി? ഇത് അബ്ദുള്ള ബാസിലും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന മതവിമർശന മറുപടി. അപ്പൊ അതിൽ അവർ പറയുന്ന വാദങ്ങൾക്ക് മറുപടി പറയുമ്പോൾ, അവരെ സംവാദങ്ങൾക്ക് വെല്ലുവിളിക്കുമ്പോൾ, പരസ്യമായി വന്ന് കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുമ്പോൾ അതിനൊന്നും കഴിയാതെ, അതിനൊന്നും പറ്റാതെ, പാങ്ങില്ലാതെ മാറി നിൽക്കുന്ന, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന, സ്റ്റുഡിയോക്കകത്ത് കയറി അകത്തോട്ട് വാതിൽ കുറ്റിയിട്ടിരിക്കുന്ന ആളുകൾക്ക് വീണ് കിട്ടിയ ഗ്രോക്ക് എന്ന് പറയുന്ന മഹാസംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ പല AI ടൂളുകൾ വന്നു, ഇവിടെ ചാറ്റ് GPT വന്നു, ഇവിടെ ഗൂഗിളിന്റെ ജെമിനായി വന്നു, അതിനുശേഷം ഡീപ് സീക്ക് വന്നു. അപ്പോഴൊന്നുമില്ലാത്ത ഒരാവേശവും ഒരാഹ്ലാദവും എന്തെന്നില്ലാത്ത ഒരു ആമോദവും മുസ്ലിം സംഘടനകൾക്കിടയിൽ വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുട്ടൻസ് എന്തായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഏകദേശ ധാരണയുണ്ട്. ഇനി എന്നാൽ പോലും ഈ ഗ്രോക്ക് ഇസ്ലാമിന് സപ്പോർട്ടാകുമോ, മഹദിയാകുമോ, മെനയാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇത് ആപ്പാകുമോ എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിന് ആസനത്തിൽ ആപ്പ് വെക്കുന്ന അവസ്ഥയിലേക്ക് ഗ്രോക്ക് മാറുന്ന കാഴ്ചയും നമുക്കിന്ന് ഒരു ചെറിയ സാമ്പിൾ ഞാൻ ഒന്ന് തരാം. ബാക്കി വളരെ വിശദമായിട്ട് നമുക്ക് പറയാം. ഗ്രോക്ക് ആണെങ്കിൽ എലോൺ മസ്ക് ആരായിരിക്കും എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഗ്രോക്ക് ബ്രാക്കറ്റിൽ ആണെങ്കിൽ എലോൺ മസ്ക് ബ്രാക്കറ്റിൽ എന്തായിരിക്കും എന്നുകൂടി നിങ്ങളോട് ഞാൻ ചോദിക്കണം. ഇനി നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയത്തിലേക്ക് വരാം. ഇന്ന് എടുക്കുന്ന വിഷയം ബനൂ ഖുറൈള ബന്ധപ്പെട്ട് ബനൂ ഖുറൈള വിഷയം സംസാരിക്കുന്ന സമയത്ത് 400 600 അതോ 900 എന്ന അഭിപ്രായ വ്യത്യാസമുള്ള അത്രയും എണ്ണം മനുഷ്യരെ ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാനദണ്ഡമാക്കി രാവിലെ മുതൽ മഗ്രിബിനടുക്കുന്ന സമയം വരെ മനുഷ്യർ, മുഹമ്മദും സംഘവും നിന്ന് തല കൊയ്ത് ഒരു കൊക്കയിലേക്ക് തള്ളിയ കിരാതമായ ഒരു കൂട്ടക്കൊലയുടെ ചരിത്രം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ ആ കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ വേണ്ടി, യാതൊരു ഉളുപ്പുമില്ലാതെ കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യർ ചെന്നുപെട്ട ഒരു അങ്കലാപ്പുണ്ട്. ആ അങ്കലാപ്പ് യുദ്ധ സാഹചര്യം, യുദ്ധ സന്ദർഭം, കരാർ ലംഘനം എന്ന ഇവരുടെ സ്ഥിരം കലാപരിപാടിയിൽ കുരുങ്ങിക്കിടന്നപ്പോൾ ഏത് കരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും ന്യായീകരിക്കാവതല്ല. ഒരു വ്യക്തി ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ജനതയെ, ഒരു ഗോത്രത്തെ മുഴുവൻ, അവിടുത്തെ ഒരാളോ ഒന്നിലധികം ആളുകളോ ചെയ്ത എന്തെങ്കിലും അപരാധം ഉണ്ടെങ്കിൽ പോലും, തെളിവില്ല, ഇനി ഉണ്ടെങ്കിൽ പോലും ഒരു ഗോത്ര നേതാവ് എന്തെങ്കിലും ഒരു അപരാധം ചെയ്തുവെങ്കിൽ പോലും ആ ഗോത്രത്തിലെ ഗുഹ്യരോമം മുളച്ച ആൺകുട്ടികളെ മുഴുവൻ കൊന്നു തള്ളുകയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ സമ്പത്തും അവരുടെ സ്ഥലവും അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും കൊള്ളയടിക്കുകയും ചെയ്ത ഒരു സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ, അവർ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരാണ് എന്ന് നമുക്ക് യാതൊരു സങ്കോചവുമില്ലാതെ പറയാം. ചരിത്ര കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി.
നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്നാണെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല ഇവർ പറയാ. ആ കൂട്ടക്കൊലയെ ന്യായീകരിക്കുക. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. അതിനെ ന്യായീകരിക്കുന്ന വാചകമാണ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂൽ 1000 ആളുടെ തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ് എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ബനു ഖുറൈളയിലേക്കാണ്. ഈ സംഭവം പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ തർക്കിക്കുമ്പോൾ ഇവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കരാർ കരാർ കരാർ. കരാർ ലംഘനം നടത്തിയാലും ഇല്ലെങ്കിലും അത് കൂട്ടക്കൊലയാണെങ്കിലും സംശയമില്ല. പക്ഷെ ഒരു കരാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ ചോദിച്ചു, ഏതാണ് ആ കരാർ? ഇതാണ് ഇപ്പോൾ വലിയ അപരാധം. ഏതാണ് ആ കരാർ? നമ്മൾ ചോദിച്ചു ഏതാണ് ആ കരാർ എന്ന്. ഞാൻ അവിടെയും ചോദിക്കും ഏതാണ് ആ കരാർ എന്ന്. ഞാൻ സൂറത്തു തൗബ യുദ്ധം ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് യുദ്ധമല്ല കരാറാണെന്ന് പറഞ്ഞത്. സൂറത്തു തൗബയിൽ ഇപ്പൊ നിൽക്കുന്നത് കരാറാണ്. ഏതാണ് ആ കരാർ? നമ്മൾ ഇനിയും ചോദിക്കും ഏതാണ് ആ കരാർ? ബനു ഖുറൈള സംഭവത്തിൽ ഏതാണ് ആ കരാർ എന്ന് ചോദിച്ചു. അതിനാണ് ആകെ ബേജാറായിട്ട് ഒരാളിനെ വിളിച്ചിട്ട് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കണം മൈക്ക്, ഏതാണ് ആ മൈക്ക്, ഏതാണ് ആ മൈക്ക് എന്ന് ചോദിച്ചു. അന്ന് അതിന് മറുപടി പറയാത്തവർ ഏതാണ് ആ കരാർ എന്ന് ചോദിക്കുമ്പോൾ കരാറുണ്ടെങ്കിൽ ഇതാണ് ആ കരാർ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അതിന് പകരം അതിന് നേർക്ക് നേർ മറുപടി പറയാതെ ഉരുണ്ട് മറിഞ്ഞും കളിയാക്കിയും തമാശയാക്കിയും ട്രോളിറക്കിയും മുന്നോട്ട് പോയി. ഏതാണ് ആ മൈക്ക് എന്ന് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയി. അപ്പൊ അവരോട് ഞാൻ അന്നേ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മദീന പാക്ട് ആണോ, മദീന ചാർട്ടർ ആണോ? അപ്പൊ അവർ പറഞ്ഞു അല്ല, മദീന ചാർട്ടർ അല്ല. പിന്നെ ഏതാണ് ആ കരാറ്? ഏതാണ് ആ കരാർ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറയാത്തവർ ഇപ്പതാ ഗ്രോക്കിനെ ചുമലിലേറിക്കൊണ്ട് ഇതാണ് ആ കരാർ, ഏതാണ് ആ കരാർ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഓൽക്കുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോയിൽ അവർ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആദ്യമായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഏതാണ് ആ കരാർ എന്ന് ചോദിച്ച ഭാഗം ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏതാണ് ആ കരാറ്, അങ്ങനെ ഒരു കരാറ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് ഗ്രോക്കിന് പറയാനുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബനു ഖുറൈള സംഭവത്തെക്കുറിച്ചും ബനു ഖുറൈള കരാറിനെ കുറിച്ചുമാണ്. അത് ഇലോൺ മസ്കിന്റെ എന്താ പറയാ ഗ്രോക്കിനോട് ചോദിച്ചപ്പോ ഗ്രോക്ക് കണ്ടോ എക്സ് മുസ്ലിങ്ങൾക്ക് മറുപടി പറയാൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്തുകൊണ്ട് ഗ്രോക്ക്, എന്തുകൊണ്ട് എലോൺ മസ്ക്, അതാദ്യം ഒന്ന് കേൾക്കാം. അതായത് ഗ്രോക്കിന്റെ മൗലൂദാണ്. എല്ലാവരും ഗ്രോക്കിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് കമന്റ് ബോക്സിൽ എഴുതണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഒരു സംവാദമാണ് ഉദ്ദേശിക്കുന്നത്. സംവാദത്തിൽ ഒരു ഭാഗത്ത് നമ്മുടെ ഇസ്ലാം വിമർശകർ, എക്സ് മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകൾ, അവരാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രോക്ക് AI ആണ്. ഗ്രോക്കിനെ ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ പൊന്നാര ചങ്ങയ്യെ. ഞങ്ങൾ എന്നോട് ഒരു സംവാദത്തിന് കാലം എണ്ണി കാത്തിരിക്കാൻ തുടങ്ങി കാലത്തറായി. നാളെ എണ്ണി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മളറിയാതെ നമ്മൾ വെച്ച സംവാദ ഇജ് ആള് കൊള്ളാലജ്, തരക്കടില്ലല്ലജ്, ഇജ് കൊള്ളാലജ്. അപ്പൊ ഒരു ഭാഗത്ത് എക്സ് മുസ്ലിങ്ങൾ, മറുഭാഗത്ത് ഗ്രോക്കിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണേ, ഗ്രോക്ക് റാന്നെങ്കിലും പറയണം. ആ കലാപരിപാടി കൊള്ളാം അല്ലേ? അത് കൊള്ളാട്ടാ, കൊള്ളാം. കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ChatGPT, DeepSeek, അതിനൊക്കെ ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്രോക്ക് എന്നുള്ളത്. ഇലോൺ മസ്ക് ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗ്രോക്ക് റളിയല്ലാഹു. അപ്പോ നാടകം കൊള്ളാം, പ്ലോട്ടൊക്കെ കൊള്ളാം. ഒരു എന്താ പറയാ ഒരു തിരക്കഥ സംഭാഷണ സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് ഒരു സിനിമയൊക്കെ പിടിക്കുകയാണെങ്കിൽ കൊള്ളാം, നിങ്ങൾ പൊളിക്കും. എമ്പുരാനെ കടത്തി വെട്ടാൻ പറ്റുന്ന തിരക്കഥകളെയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു ഇത്. എന്താ നിങ്ങൾക്ക് തോന്നണേ? അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഗ്രോക്കിനെ കുറിച്ച് എന്തുകൊണ്ട് ഇപ്പോൾ ചർച്ച. ChatGPT, അത് കഴിഞ്ഞിട്ട് ജെമിനായി, അത് കഴിഞ്ഞിട്ട് DeepSeek, ഇതൊക്കെ വന്നിട്ടും ഇളകാത്ത കുലുങ്ങാത്ത, അതിൻ്റെ ഇടയിൽ നമ്മുടെ മെറ്റായി, ഇതൊക്കെ വന്നിട്ടും ഇളകാത്ത കുലുങ്ങാത്ത അൺമാസ്കിംഗ് അള്ളാഹു ടീമിന് എന്താണ് ഗ്രോക്ക് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഇത്ര ആവേശം? എന്താണ് ഇതിന്റെ രഹസ്യം? അത് നമുക്ക് പറഞ്ഞു. അതിൽ വരുന്ന ഉത്തരങ്ങൾ ഒരു പരിധിവരെ ഒരു അൺബയാസ്ഡ് നേച്ചർ അതിനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും കുറച്ചൊരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം. ChatGPT എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു അമേരിക്കൻ ബയാസ് കാണാൻ സാധിക്കും. ഫലസ്തീൻ ജനോസൈഡിനെ കുറിച്ച് ചോദിച്ചാൽ ChatGPTക്ക് കുറച്ചൊരു ഉരുണ്ടുകളി ഉണ്ടാവും. അതേപോലെ തന്നെ DeepSeekനോട് ഉയ്ഗൂറിലുള്ള മുസ്ലിങ്ങളുടെ പീഡനത്തെ കുറിച്ച് ചോദിച്ചാൽ കുറച്ചൊരു ഉരുണ്ടുകളി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനീസ് ബയാസ് DeepSeekനും അതുപോലെ തന്നെ ChatGPTക്ക് ഒരു അമേരിക്കൻ ബയാസ് ഒക്കെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഒരു മുക്തമായിട്ടുള്ള ഒരു AI മോഡൽ എന്ന നിലക്കാണ് ഇപ്പോൾ ഗ്രോക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വേറെ ഒരു വിൻഡോയിൽ ഗ്രോക്ക് ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഗ്രോക്ക് ആരുടെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ഗ്രോക്കിന്റെ വിശ്വാസ്യതയും ഗ്രോക്കിന്റെ കൃത്യതയും വ്യക്തമാക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു പരീക്ഷണം നമുക്ക് നടത്താം. എല്ലാവരും ചെയ്യണം കേട്ടോ, എല്ലാവരും ചെയ്യണം. എന്നിട്ട് ചെയ്തിട്ട് അതിന്റെ ഉത്തരം കിട്ടിയവർ അത് കമന്റ് ബോക്സിൽ വന്ന് പറയണം. ഗ്രോക്കിനോട് ഡ്രോ എ പിക്ചർ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ടോളി. എല്ലാവരും ചെയ്തോളൂ. പ്രവാചകൻ മുഹമ്മദിന്റെ ഒരു ചിത്രം വരച്ചു തരാൻ വേണ്ടി
ഗ്രോക്കിനോട് പറഞ്ഞു നോക്കുക. ഗ്രോക്ക് എന്ന് പറഞ്ഞാൽ കൃത്യതയും കണിശതയും സത്യസന്ധതയും ബയാസ് രഹിതമായിട്ടുള്ള കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് തരുന്ന ആളാണ്. നിങ്ങൾ ഗ്രോക്കിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾ ഡ്രോ എ പിക്ചർ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് എന്നൊന്ന് അടിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയ ഒരു പ്രവാചകന്റെ ഫോട്ടോ കണ്ട് നിർവൃതി അടഞ്ഞവർ ഒന്നിവിടെ വന്നിട്ട് പറയണം, ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോ തന്നു, അത് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഈ കാലഘട്ടത്തിലെ ഏതോ ഒരു AP സുന്നീന്റെ തലയിൽ കെട്ടിയ ഫോട്ടോ ആണ്. അപ്പൊ ഞാൻ ഗ്രോക്കിനോട് പറഞ്ഞു, പൊന്നാര ചെങ്ങയ്യെ, ഞങ്ങളെ മുത്തുനബി ജീവിച്ചത് 6-ാം നൂറ്റാണ്ടിലാണ്. ഇജ്ജ് എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? ഇജ്ജ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കുളിച്ച് കുട്ടപ്പനായി നടക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ ആണ്, ഇജ്ജ് പ്രവാചകന്റെ ഫോട്ടോ എന്ന് ഞങ്ങളെ പറ്റിക്കുകയാണോ? പ്രവാചകൻ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യനല്ലേ ഇജ്ജ്? അതുകൊണ്ട് മര്യാദക്ക് നേരാൻ ചോവേ ശരിക്കുള്ള പ്രവാചകന്റെ ഫോട്ടോ വരച്ചു തരാൻ പറഞ്ഞപ്പോ പുള്ളി എനിക്ക് വേറൊരു ഫോട്ടോ അയച്ചു. അതൊന്നിപ്പോ ഞാനിവിടെ കാണിക്കണില്ല. അപ്പൊ എന്തായാലും കൃത്യത വ്യക്തത എന്നൊക്കെ പറഞ്ഞാൽ AI മോഡൽ എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളല്ല പല ഡോക്ടർമാര്. ഇവിടുത്തെ ആളുകൾക്ക് എന്താണ് AI മോഡൽ എന്നുള്ളതിനെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അതിന്റെ അകത്ത് നടക്കുന്ന സങ്കീർണമായിട്ടുള്ള പ്രക്രിയകളെ കുറിച്ച് നമുക്കൊന്നും ധാരണ ഇല്ലെങ്കിലും AI മോഡൽ എന്താണ് എന്ന് ഇതേ ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും. AI മോഡലിന്റെ പോരിശ പറയുന്ന ഇതേ ബാസിൽ AI എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരും. അത് വേറെ കാര്യം. അപ്പോ എന്തായാലും ഗ്രോക്ക് AI അതിന് ബയാസ് ഒന്നുമില്ല. മറ്റിന് അമേരിക്കൻ ബയാസ്, ചൈനീസ് ബയാസ്, പല ബയാസാണ്. ട്രംപ് അണ്ണന്റെ സന്തത സഹചാരിയായിട്ടുള്ള എലോൺ മസ്കിന്റെ ഗ്രോക്കിന് യാതൊരു കുഴപ്പമില്ല. അത് കൊള്ളാം, നല്ല കളി. ഈവൻ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഗ്രോക്കിനോട് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ മിസ് ഇൻഫോർമേഷൻ പടർത്തുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇലോൺ മസ്ക് എന്നുള്ള ഉത്തരം പോലും, അതായത് മുതലാളിയായ ഇലോൺ മസ്ക് എന്നുള്ള ഉത്തരം പോലും പലപ്പോഴും തന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ആ രൂപത്തിലുള്ള ഒരു പിന്നെ അപ്പൊ അതൊരു വല്ലാത്ത ഇന്റലിജന്റ് സാധനം തന്നെയാണ് അല്ലേ? എന്താ തെളിവ്? ആരാണ് പിന്നെ ഈ തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് ചോദിച്ചാൽ അത് ഞങ്ങളെ മുതലാളി തന്നെ എന്ന് പറയുന്ന ഒരു AI മോഡൽ. അത് കൊള്ളാലോ. അൺബയാസ്ഡ് നേച്ചർ ഇപ്പോൾ കാണിക്കുന്നു എന്നതാണ് ഗ്രോക്ക് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടാൻ കാരണം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതാണ് ഇതിലെ കോർ പോയിന്റ്. ഇത് അൺബയാസ്ഡ് അല്ല എന്നും മറ്റതൊക്കെ ബയാസ്ഡ് ആണ് എന്നും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ മറ്റതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും അതേപോലെ തന്നെ ഗാസയിലെ കുറിച്ച് ചോദിക്കുമ്പോഴും ഇസ്രായേലിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ വേറെ വേറെ അഭിപ്രായം പറയണോ. ഇത് ബയാസ്ഡ് അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ. പിന്നെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSനുള്ള പങ്ക് എന്താണ്, അതുപോലെ തന്നെ വീർ സവർക്കർ ആരാണ് എന്നുള്ളതൊക്കെ ഉള്ള ചോദ്യത്തിന് കൃത്യമായ ചരിത്രപരമായ ഉത്തരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഗ്രോക്ക് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം. ആരാണ് മുഹമ്മദ് നബി എന്ന് ഗ്രോക്കിനോട് ചോദിച്ചാൽ ഗ്രോക്ക് സത്യസന്ധമായിട്ട് പറയും എന്നാണ് എൻ്റെ അഭിപ്രായം. പറയില്ലെങ്കിൽ ഗ്രോക്കിനെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് അറിയാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇസ്ലാമിന്റെ അവകാശവാദം അനുസരിച്ച് എന്താണ് മുഹമ്മദ് നബി, ആരാണ് മുഹമ്മദ് നബി, യഥാർത്ഥത്തിൽ ആരായിരുന്നു മുഹമ്മദ് നബി, എന്തായിരുന്നു മുഹമ്മദ് നബി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. മുഹമ്മദ് നബിന്റെ റസൂലിന്റെ പിക്ചർ കിട്ടിയവർ ഇവിടെ വന്ന് ഹാജർ വെക്കും മനുഷ്യന്മാരെ, നിങ്ങൾ കണ്ടോ? ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു സംവാദത്തിലേക്ക് പോകുമ്പോൾ നമ്മൾക്കറിയാം ഈ എക്സ് മുസ്ലിങ്ങൾ, ഇസ്ലാം വിമർശകർ എന്നൊക്കെ പറയുന്ന ആളുകൾ പലതരത്തിലുള്ള ഖുർആൻ ആയത്തുകളും ഹദീസുകളും എല്ലാം എടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് കട്ട് ചെയ്തിട്ടൊക്കെ പല തട്ടിപ്പുകളും നടത്താറുണ്ട്. നമ്മൾ അതിന് ഒരുപാട് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ ഒരു പക്ഷേ പല ആളുകളും വിചാരിക്കാതെ നമ്മളുടെ ഒരു മതത്തിനെ ഇവരുടെ ഭാഷയിൽ പറയാൻ വൈറ്റ് വാഷ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിനെ വെളുപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ആ നിലക്ക് കാണുന്ന പല ആളുകളുണ്ടാവും. അപ്പം ഇസ്ലാം മത വിമർശകർ എവിടുന്ന് ഇവിടുന്ന് പൊട്ടിച്ചു മുറിച്ചു കൊടുത്തുകൊണ്ടിരും. ഇവരതിന് മറുപടി പറയും. ഇവർ മറുപടി പറയുമ്പോൾ നമ്മൾ അതിനെ വെളുപ്പിക്കുക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. എന്ത് പണിയങ്ങൾ കാണിക്കുക? അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇസ്ലാം വിമർശകർ കൊണ്ടുവരുന്നത് തെളിവില്ലാത്തതും അവിടുന്ന് ഇവിടുന്ന് അടർത്തിയെടുത്തതും പൊട്ടിച്ചതും മുറിച്ചതും ആയിരിക്കും. പക്ഷെ ഇവര് സത്യസന്ധമായി കൃത്യമായിട്ടെല്ലാം മറുപടിയും പറയും. മറുപടി കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് തന്നെ തോന്നും എന്തിനാണ് ഇങ്ങനെ കിടന്ന് മെഴുകണത് എന്ന്. അതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു കൊളോക്കിയൽ ആയിട്ടുള്ള അർത്ഥം അതാണ്. എന്തിനാണ് ഇങ്ങനെ മെഴുകുന്നത് ബാസിലേ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹം പറയാതെ മെഴുകലൊന്നും അല്ല, അത് ശരിക്കുള്ളതാണ്. ഇപ്പൊ അതിനൊരു തെളിവ് കിട്ടി. എന്താ തെളിവ്? ഇസ്ലാം വിമർശകർ പറയുന്നത് തെറ്റാണെന്നും വിമർശകർക്ക് മറുപടി പറയുന്ന ബാസിലും ടീമും പറയുന്നത് ശരിയാണെന്നും ഒരു സാക്ഷിനെ കിട്ടി. ആ സാക്ഷിയാണ് നമ്മുടെ ഗ്രോക്ക് റളിയല്ലാഹു അൻഹു. കാരണം എന്താ? ഗ്രോക്ക് മുസ്ലിം അല്ലല്ലോ. ഗ്രോക്ക് പൊന്നാനി പോയിട്ടില്ല, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രോക്ക് എന്തല്ല? മുസ്ലിം അല്ല. അതുകൊണ്ട് ഗ്രോക്ക് പറയുന്നത് എന്തായിരിക്കും? സത്യമായിരിക്കും. ഗ്രോക്ക് പറയുന്നത് എക്സ് മുസ്ലിങ്ങൾ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള വാദമാണെങ്കിൽ ഗ്രോക്ക് സത്യമായി പറയുന്നുണ്ടാവുക, ശരിയായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ എക്സ് മുസ്ലിം നോണ പറയുന്നു. ഗ്രോക്ക് പറയുന്നത് നമ്മളെ ഈ പിന്നെ അൺമാസ്കിങ് അള്ളാഹു ടീമൊക്കെ പറയുന്ന അതേ വാദമാണെങ്കിൽ അപ്പം അവർ പറയുന്നത് ശരിയായി. ഗ്രോക്ക് നല്ല കുട്ടിയായി, ഗ്രോക്കിന് ബയാസ് ഒന്നുമില്ല, നല്ല മൂടുക്കം കുട്ടി. ഇത് കഴിഞ്ഞിട്ട് ഇജ്ജ് തന്നെ പറയണട്ടോ ബാസിലെ. അവരുടെ മുമ്പിലേക്ക് നമ്മൾ ഒരു സംവാദകനെ വെക്കുകയാണ്. അത് വേറെ ആരുമല്ല, ഈ നിലക്ക് ഇപ്പോൾ അൺബയാസ്ഡ് എന്ന് നമ്മൾ പൊതുവെ എല്ലാവരും അതിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രോക്കിനെ നമ്മൾ അവിടേക്ക് വെക്കാൻ. അപ്പൊ ഗ്രോക്കിനെ അവിടെ വെക്കുക. ഞാൻ ഇവിടെ വന്നിരിക്കാലോ. അല്ലെങ്കിൽ ഇജും ഗ്രോക്കും ഇഞ്ഞും കൂടി വാ, ഇജ് രണ്ടാളും കൂടി വാ. അടക്ക് 1 ലക്ഷം തന്നില്ലേ? ഗ്രോക്കിന് ഇനി ഒരു കടലമുട്ടായി വാങ്ങാൻ 50 റുപ്യ എക്സ്ട്രാ കൊടുക്കാം. 1,50,000 വരെ വരുമോ? ഇവിടെ പറഞ്ഞു തരുമോ? എന്നിട്ട് ഈ പറയുന്ന ന്യായങ്ങൾ സ്റ്റേജിന്റെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ പറയാൻ
ആർജവമുണ്ടോ ബാസിലെ? ഗ്രോക്കിനെയും കൂട്ടിക്കോ, ഗ്രോക്കിനെയും കൂട്ടിക്കോ. ഗ്രോക്ക് ആവുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാല്, ഗ്രോക്ക് ആവുമ്പോ സനത് വേണ്ട, ഗ്രോക്ക് ആവുമ്പോ അതേമാതിരി തന്നെ ഈ ഹദീസ് നിദാന ശാസ്ത്രം വേണ്ട, ഒരു കുഴപ്പമില്ല. ഗ്രോക്ക് ആവുമ്പോ മുസ്ലിം ഒന്നല്ലല്ലോ, അതുകൊണ്ട് ഗ്രോക്ക് പറഞ്ഞ സത്യം. ഇതിന്റെ അർത്ഥം ഗ്രോക്ക് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായും ഒരു തെറ്റും പറ്റാത്ത ഒന്നും ഒരു പ്രശ്നമില്ലാത്തതെന്നല്ല. ഗ്രോക്കിന് നൽകുന്ന പൊതുവെ ഇൻഫർമേഷൻ, അതിന് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ, ഇസ്ലാമിക വിമർശകരായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഖുറാന്റെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ പകുതി എടുക്കും, അല്ലെങ്കിൽ ഹദീസിന്റെ ഒരു ഭാഗം എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യും, തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുക. ഗ്രോക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഖുർആൻ മുഴുവനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹദീസുകൾ പൊതുവെയൊക്കെ കുറേയൊക്കെ അതിന് ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഹോളിസ്റ്റിക് പിക്ചർ അതിന് നൽകാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. എന്ന് വെച്ച് ഒരു വളരെ ഡെപ്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങളെല്ലാം അരിച്ചു പൊറുക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരമായിക്കൊള്ളുന്നില്ല. നമുക്ക് ഏതായാലും അത് കണ്ടു തന്നെ അറിയാം. അതെ, എന്തായാലും നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് ഇസ്ലാം മത പണ്ഡിതനേക്കാളും അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ കെൽപ്പുള്ള ആളാണ് ഗ്രോക്ക് എന്നാണ് ഇപ്പോൾ അബ്ദുൽ അബ്ബാസിൽ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പം വിമർശകർ അവിടുന്ന് ഇവിടുന്ന് പൊട്ടിച്ചു മുറിച്ച് കൊണ്ടുവരുന്നതാണ് അയാൾ പറഞ്ഞത്. ആ പൊട്ടിച്ചിന്റെ ബാക്കി എനിക്ക് ഞാൻ പൊട്ടിച്ച ഏതെങ്കിലും ഒരു ആയത്തിന്റെ ബാക്കി നിങ്ങളെത്തുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നോളി, നമുക്ക് അത് കൈകാര്യം ചെയ്യാം, നമുക്ക് രണ്ടാം കൂടി ചേർന്ന് അത് ഒട്ടിച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി വായിക്കാം. അല്പത്തരം എന്നൊക്കെ പറഞ്ഞാല് ഇത് അധികമായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അല്പത്തരത്തിന് നാണക്കേടായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ പറയാത്തത്. അപ്പൊ എന്തായാലും ഗ്രോക്കിന്റെ അടുത്ത് പക്ഷേ പൊട്ടുമുറിയൊന്നല്ല, ഫുള്ളായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലഭ്യമായ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ട്. പരമാവധി സോഴ്സുകൾ റെഫർ ചെയ്യാനും അത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഗ്രോക്കിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് ഷെയ്ഖിനേക്കാളും ഏത് വലിയ പണ്ഡിതനേക്കാളും കൃത്യമായി അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ തരാൻ അദ്ദേഹത്തിന് കഴിയും. ഇതേ എന്താ പറയാ, തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറി എന്നൊരു ചൊല്ലുണ്ട്. അത് നമുക്ക് ഭാവിയിൽ പറയാം. അപ്പൊ ഗ്രോക്ക് എന്ത് ചെയ്യും? അപ്പൊ ഗ്രോക്കിനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ മുൻകൂർ ജാമ്യം ആൾ ഇപ്പൊ തന്നെ എടുത്തു വെച്ചു എന്നും വെച്ചിട്ട് ഗ്രോക്കിന് ഒരു തെറ്റും പറ്റൂല എന്നൊന്നും ഞാൻ പറയണില്ല. ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം. അതേപോലെ തന്നെ ഈ പറയുന്നിടത്തൊക്കെ ഇപ്പോൾ ബയാസ് ഇല്ലാതെ എന്നാണ്, ഇപ്പോൾ ബയാസ് ഇല്ലാതെ. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് ബയാസ് ആഡ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അതായത് ഏത് സമയത്തും നമ്മൾ ഗ്രോക്കിനെ തള്ളിക്കളയാൻ, ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിന്റെ റാ വെട്ടിക്കളയാനുള്ള തയ്യാറെടുപ്പോടു കൂടി മുൻകൂർ ജാമ്യത്തോടു കൂടിയാണ് ബാസിൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അത് കൊള്ളാം എന്തായാലും. അപ്പോൾ ഏതായാലും നമ്മളിവിടെ ഗ്രോക്കിന് ഒരു ഭാഗത്തും ഇസ്ലാം വിമർശകരെ മറുഭാഗത്തും വെച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഇടയിൽ നിൽക്കുന്നുവെന്ന് മാത്രം. ഇസ്ലാം വിമർശകരുടെ ചോദ്യങ്ങൾ നമ്മൾ ഗ്രോക്കിനോട് ചോദിക്കുന്നു. ഗ്രോക്ക് അതിന് എന്താണ് മറുപടി പറയുന്നത്? ഗ്രോക്കിനിപ്പം ഗ്രോക്ക് മുസ്ലിം ഒന്നും അല്ലല്ലോ. അപ്പോൾ ഏതായാലും AI എന്ന് പറയുന്നത് മുസ്ലിം ഒന്നുമല്ല. ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് പൊതുവായിട്ട് കാണുന്ന ഉത്തരങ്ങൾ എന്താണ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതെ, ഗ്രോക്ക് മുസ്ലിം ഒന്നല്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞു ഗ്രോക്കിന് എന്താണോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക അതിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി തരാം. അതിനല്ലേ പൊന്നാർ ചങ്ങായി ബയാസ് എന്ന് പറയാം. പോട്ടെ, ഇനി ഏത് ഡാറ്റയാണ് ഇവർ ഗ്യാദർ ചെയ്യുന്നത്, ഈ ഡാറ്റയെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോ AI ചാറ്റ് ബോട്ടിലും കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം വ്യത്യസ്തമായിരിക്കും. ഇനി ഇതേ ഗ്രോക്കിനോട് തന്നെ നിങ്ങൾ ഒരേ ചോദ്യം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇവിടെ അബ്ദുള്ള ബാസിൽ ചോദിക്കുന്ന ചോദ്യം അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഉത്തരവും ബാസിൽ കൊടുത്ത ഉത്തരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ അതിലേക്ക് നമ്മൾ വിശദമായിട്ട് പോകും. എന്തായാലും എന്താണ് ഒരു AI മോഡൽ എന്ന് അറിയാത്ത ആളല്ല ബാസിൽ. എന്താണ് AI മോഡലിൽ കിട്ടുന്ന ഇൻഫർമേഷൻ, അത് എവിടുന്നാണ്, അത് എന്തിന്റെ ബേസിലാണ് എന്ന് അറിയാത്ത ആളല്ല അബ്ദുള്ള ബാസിൽ. പിന്നെ എന്തിനാണ് അബ്ദുള്ള ബാസിൽ മലയാളത്തിൽ ഗ്രോക്കിനോട് ചോദ്യങ്ങൾ ചോദിച്ച് വീഡിയോ ചെയ്തിട്ട് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വല്ലതും അറിയോ? അൺമാസ്കിംഗ് അല്ലാഹു എന്ന് പറയുന്ന ചാനൽ മലയാളികളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെ, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്ന യുവതലമുറയെ AI കാണിച്ചിട്ടെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള അവസാനത്തെ ശ്രമം നടത്തുകയാണ്. ഉസ്താദുമാരൊന്നും പറഞ്ഞു, ഉസ്താദുമാർ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോകണ്ട, നിങ്ങൾ സംഭവത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗ്രോക്ക് വരുന്നത്. എന്നാൽ ഗ്രോക്കിനെയും കൂട്ടി പോയിക്കോ എന്നാണ് ഇപ്പോൾ ഉസ്താദുമാർ പറയുന്നത്. അതാണ്ട് നേരെ വിമർശകരോട് സംവാദത്തിന് വേദിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ ഉസ്താദുമാർ ഗ്രോക്കിനെ ഉപയോഗിച്ചിട്ടുള്ള സംവാദത്തിനൊക്കെ സമ്മതം കൊടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി കാണാൻ പോകുന്നത് ബനൂ ഖുറൈള സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ച ചോദ്യവും അവർ പറഞ്ഞ മറുപടികളും, ഇപ്പോൾ ഗ്രോക്കിനോട് ഇവർ ചോദിക്കുന്ന ചോദ്യവും അതിന്റെ മറുപടികളും ആദ്യം കാണാം. അതിനുശേഷം ഇതേ ചോദ്യങ്ങൾ ഗ്രോക്കിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ഏതാണ് ആ കരാർ എന്ന് ഞാൻ ഗ്രോക്കിനോട് ചോദിക്കുമ്പോൾ ഗ്രോക്ക് പറയുന്ന മറുപടിയും ഞാൻ പണ്ട് പറഞ്ഞിരുന്ന മറുപടിയും ഇവർ പറയുന്ന മറുപടിയും എന്തായിരുന്നു എന്നതിന്റെ താരതമ്യമാണ്. അപ്പൊ അത് രണ്ടും കൂടി ക്ലാഷ് ആവാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആദ്യം ബാസിൽ ഗ്രോക്കുമായിട്ട് നടത്തുന്ന സംഭാഷണം അത് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്നെ സംബന്ധിച്ചത് ലൈവായിട്ട് ടൈപ്പ് ചെയ്ത് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതേ ചോദ്യങ്ങളും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഗ്രോക്കിനോട് ചോദിച്ചത് എൻ്റെ ഡിസ്പ്ലേയിലുണ്ട്. ആ ഡിസ്പ്ലേ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാണ് ചെയ്യുക. ആ ക്രോം ഞാൻ നിങ്ങളെ അതുപോലെ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. അത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ക്രോമിലുള്ള സാധനമാണ്. ഞാൻ അല്ലെങ്കിൽ നമ്മളത് എഡിറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞാൽ
അപ്പൊ എന്തായാലും അത് നമുക്ക് നോക്കാം. എന്നിട്ട് എന്താണ് വസ്തുത, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നിങ്ങൾ ഗ്രോക്കിന്റെ ഒപ്പം നിൽക്കുമോ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ, അല്ല ബാസിലിന്റെ കൂടെ നിൽക്കുമോ, അല്ല കിതാബിന്റെ കൂടെ നിൽക്കുമോ എന്ന് നിങ്ങൾ അവസാനം പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ മണി പോലെ ഏത് ഗ്രോക്കും ഉത്തരം പറയും എന്ന് ബാസിലിനെ കാണിച്ചു കൊടുക്കലാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് ഊടായ്പ് തട്ടിക്കൂട്ട് ഗ്രോക്കറായും കൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇതിപ്പോ ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇതിൽ വേറെയും ചില നുണകൾ ഗ്രോക്കിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത്, എന്താണ് അതിന്റെ വസ്തുത. ഇത് ഗ്രോക്ക് നമ്മൾ ചോദിച്ചാൽ എന്താ പറയാ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തയ്യാറായിക്കോളി. പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളിയും. ഞാൻ അതൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കോളിയും. വിശ്വാസികൾ നല്ല കണ്ണും കാതും കുറിപ്പിച്ചിരുന്നോളിയും. ഗ്രോക്കല്ല, ഏത് പോർക്ക് വന്നാലും ഖുർആനും ഹദീസും നിങ്ങളുടെ ഗ്രന്ഥമായി നിങ്ങൾ പരിഗണിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന കാലത്തോളം എഴുതി വെക്കപ്പെട്ട ഖുർആനും അതിന്റെ തഫ്സീറും അതിന്റെ വിശദീകരണങ്ങളും ഹദീസും അതിന്റെ ശറഉം ഫിഖ്ഹും അഖീദയും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളായി ആധികാരിക പ്രമാണങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരു ഗ്രോക്ക് കൊണ്ടും ഒരു പോർക്ക് കൊണ്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ഉള്ളതാണെന്ന് സമ്മതിക്കേണ്ടി വരും. അത് ഗ്രോക്കിനെ കൊണ്ട് വരെ നമ്മൾ സമ്മതിക്കും, പിന്നല്ലേ ബാസില്. അതുകൊണ്ട് ആ നമ്പർ ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ കണ്ടിട്ട് മാഷാ അല്ലാഹ് പറഞ്ഞ് തക്ബീർ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കോമൺ സെൻസ് ബാസിൽ പറഞ്ഞ പ്രകാരം ഓഫാക്കി വെച്ച കോമൺ സെൻസ് ഓൺ ചെയ്ത് വെച്ചോളി. കോമൺ സെൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുക പ്രയാസമായിരിക്കും എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാണ്. ബാസിലിന്റെ ന്യായീകരണം കേൾക്കാം. നമ്മൾ ഈ ഇസ്ലാം വിമർശകരോടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഈ ബനു ഖുറൈള സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്നവരാണ്, കൊന്നൊടുക്കാൻ പറയുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോക്കിനോട് അടുത്ത സംവാദത്തിന്റെ അടുത്ത ചോദ്യമായിക്കൊണ്ട് ഗ്രോക്കിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണോ ബനു ഖുറൈള സംഭവം? അതിന് തെളിവല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കേൾക്കാം. ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണോ എന്ന ചോദ്യം ഗൗരവമുള്ളതാണ്. കാരണം ഇത് ഇസ്ലാമിന്റെ സന്ദേശത്തെയും മുഹമ്മദ് നബിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉൾക്കൊള്ളാം. ഗ്രോക്ക് പറഞ്ഞുതരാണ്, വെറുതെ തെറ്റിദ്ധരിക്കാന്ന് കണ്ട. ബനു ഖുറൈള സംഭവം പലപ്പോഴും ഈ ചർച്ചയിൽ ഉയർത്തി കാണിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഖുർആനിന്റെ പൊതു സന്ദേശവും ചരിത്ര സംഭവങ്ങളുടെ സന്ദർഭവും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഗ്രോക്ക് പറയണ നമുക്കൊന്ന് കേട്ടുപോവാം. ഗ്രോക്ക് പറയണ എന്താ വെച്ചാൽ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട, ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ ആണ്. ചോദ്യം എന്തായിരുന്നു? ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണോ ബനു ഖുറൈള കൂട്ടക്കൊല? ഇതിന്റെ തെളിവല്ലേ? എന്താ ചോദ്യം? ഒന്നൊരു ശ്രദ്ധിച്ചു കേട്ടോളി. ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണോ? ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണ് എന്നതാണോ നമ്മുടെ ബനു ഖുറൈളയിലുള്ള വിമർശനം? ബനു ഖുറൈള സംഭവം ജൂത കൂട്ടക്കൊലയാണ്. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ജനോസൈഡിന് തുല്യമായിട്ടുള്ള വംശഹത്യക്ക് തുല്യമായ ഗോത്രഹത്യയാണ്. ഒരു ഗോത്രത്തെ മുഴുവൻ നിഷ്കാസനം ചെയ്ത് കളഞ്ഞ പ്രക്രിയയാണ്. അതൊരു അട്രോസിറ്റിയാണ്. അത് പറയണ്ടേ നമ്മള്? അത് പറയുമ്പോൾ അതിനെ ന്യായീകരിച്ച് വരുന്നവർ കരാർ പൊക്കി പിടിച്ചു വരുമ്പോൾ ഏതാണ് ആ കരാർ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അപ്പൊ ജൂതന്മാർക്ക് എതിരെ നടത്തിയിട്ടുള്ള ഒരു അട്രോസിറ്റിയിൽ അതിലെന്ത് മാനവികതയാണുള്ളത് എന്നും അതിലെന്ത് മാതൃകയാണ് ഉള്ളത് എന്നും ഒരു പ്രശ്നത്തെ നേരിടാൻ ഒരു ഗോത്രത്തെ മുഴുവൻ പുരുഷ ലക്ഷണം കാണിച്ച മനുഷ്യരെ കഴുത്തറത്ത് കൊല്ലുന്ന കലാപരിപാടിയിൽ എന്ത് പ്രവാചക മാതൃകയാണ്, ഈ പ്രവാചകൻ എന്ത് മാതൃകയാണ് ലോകത്തിന് നൽകുന്നത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ, അല്ലാതെ ബനു ഖുറൈള സംഭവം വെച്ചിട്ട് മുസ്ലിങ്ങൾ ജൂതന്മാരെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞ മതമാണ് എന്ന വാദമാണോ? അപ്പൊ ഒരു വൈക്കോൽ ഉണ്ടാക്കിയിട്ട് ഗ്രോക്കിന്റെ അണ്ണാക്കിലേക്ക് തള്ളിയിട്ട് ആവശ്യമുള്ളത് കിട്ടുമോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു ഗതികെട്ട ദാഇയുടെ ശ്രമമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഇനി ബനു ഖുറൈളയിലേക്ക് നമുക്ക് ഒതുങ്ങി വരാം. എന്താ ബനു ഖുറൈള സംഭവം? ഖുർആനും ജൂതന്മാരും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുതരാണ് ഗ്രോക്ക് പഠിപ്പിച്ചു തരാൻ. ഖുർആൻ ജൂതന്മാരെ യഹൂദികളെ മൊത്തത്തിൽ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നില്ല. യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളെ അഹ്ലുൽ കിതാബ് വേദക്കാർ എന്ന് വിളിക്കുകയും അവരുടെ മതപരമായ പദവിയെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണങ്ങൾ കൊടുക്കുന്ന ഒരു സൂറത്ത് ബഖറ 2:62. നിശ്ചയമായും വിശ്വസിക്കുന്നവരും യഹൂദികളും ക്രിസ്ത്യാനികളും സാബിയന്മാരും അള്ളാഹുവിന്റെ അന്ത്യത്തിലും വിശ്വസിച്ച് സൽപ്രവർത്തി ചെയ്യുന്നവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിങ്കൽ ഉണ്ട്. അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ള ആയത്ത് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം ജൂതന്മാരോട് യാതൊരു പ്രശ്നമില്ല. ജൂതന്മാരോടും ക്രിസ്ത്യാനികളൊക്കെ മഹാ അനുഭാവമുള്ള ആൾക്കാരാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആരെങ്കിലും ആയിക്കോളി, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അന്ത്യനാളിൽ ഭയപ്പെടേണ്ടതില്ല എന്ന ആയത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജൂതന്മാരെ അഹ്ലുൽ കിതാബ് എന്ന രീതിയിൽ പ്രത്യേകമായി പരിഗണിക്കുകയാണ് ചെയ്തത് എന്നാണ് ഗ്രോക്ക് പറഞ്ഞതായിട്ട് ബാസിൽ പറയുന്നത്. നമ്മൾ തർക്കിക്കാനില്ല. കാരണം ഇപ്പോൾ വിഷയം ബനു ഖുറൈളയാണ്. ഇതൊക്കെ നമുക്ക് ഗ്രോക്കിനോട് തിരിച്ചു ചോദിക്കാം. പർദ്ദരം എന്ന ആയത്തുകൾ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ ഗ്രോക്ക് പറയുന്നത് നോക്കാം. ഗ്രോക്ക് അപ്പൊ ഒന്നും മെഴുകാൻ തുടങ്ങും. മനസ്സിലായോ? മെഴുകുമ്പോ നമ്മൾ അടുത്ത ഡോസ് ഇട്ട് കൊടുക്കണം. അപ്പം ഗ്രോക്കിനോട് മര്യാദക്കുള്ള സത്യം മണി പോലെ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഗ്രോക്ക് നല്ല തത്തക്കുട്ടി പറയണ പോലെ പറയും. അപ്പൊ എന്തായാലും ചോദ്യം കൊള്ളാം അല്ലേ?
കേൾക്കാം. എന്നാൽ ഖുർആൻ ചില സന്ദർഭങ്ങളിൽ മദീനയിലെ യഹൂദ സമൂഹങ്ങളുമായുള്ള സംഘർഷങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഇത് മതപരമായ എതിർപ്പിനേക്കാൾ രാഷ്ട്രീയവും യുദ്ധ സന്ദർഭത്തിലുള്ളതുമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അല്ലാതെ ജൂതന്മാരെ കൊല്ലാൻ അങ്ങോട്ട് പറയല്ല, മറിച്ച് അത് അവിടെയുള്ള ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയവും യുദ്ധ സന്ദർഭത്തിലുള്ളതായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തൊക്കെ കിട്ടിയത്? ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം ജൂതന്മാരെ മൊത്തത്തിൽ കൊല്ലാൻ പറഞ്ഞിട്ടില്ല. പകരം ചിലപ്പോഴൊക്കെ ചില ജൂതഗോത്രങ്ങൾക്കെതിരെ മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാൽ അത് മതപരമായ കാരണങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ മതപരമായ കാരണം ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് ചില യുദ്ധ സന്ദർഭങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ആണ്. എങ്ങനെ ഇരിക്കുന്നത് പൊന്നാര സുഹൃത്തെ? ഈ ജൂതവിരുദ്ധതയും മുസ്ലിങ്ങൾ എന്ന ഗോത്രീയമായ ചിന്തയും മുസ്ലിങ്ങൾക്ക് പുറത്തുള്ള ഗോത്രങ്ങളൊക്കെ അപരഗോത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമികേതര സമൂഹങ്ങളൊക്കെ വഴിപിഴച്ചവരും മോശക്കാരുമാണ് എന്ന ചിന്തയും ഇതല്ലേ ഇസ്ലാമിന്റെ രാഷ്ട്രീയം? അതുകൊണ്ടല്ലേ മുഹമ്മദ് നബി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നിടത്ത് നിന്ന് മുസ്ലിങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചത്? മക്കയിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ അനുവാദം നിഷേധിക്കുന്നതിന്റെ ഭാഗമായി അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നില്ലേ സൂറത്ത് തൗബയിലെ 5-ാം വചനം? ഈ പറയപ്പെടുന്ന മദീനയിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് മുഹമ്മദ് പ്രഖ്യാപിച്ചിട്ടില്ലേ? ഇല്ലേ? ഇതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പൊ എന്തായാലും ചില സന്ദർഭങ്ങളിൽ മതപരമായ കാരണങ്ങൾക്കുപരി രാഷ്ട്രീയപരമായ യുദ്ധപരമായ കാരണങ്ങൾ, എന്താണ് മതം, എന്താ രാഷ്ട്രീയം, എന്താ യുദ്ധം, ചുരുക്കി പറയാം. മതപരമായ കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തത് എന്നതാണ് മതപരം. അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണ്? രാഷ്ട്രീയം എന്താണ്? അവിടെ നിലനിൽക്കണോ, നിങ്ങൾ മുസ്ലിം ആവണം. അപ്പൊ രാഷ്ട്രീയമായി. അപ്പൊ അതിനവർ തയ്യാറല്ല, അതിനവർ എതിർത്തു, അപ്പൊ യുദ്ധമായി. ഇതാണ് ഇസ്ലാമിന്റെ എല്ലായിടത്തുള്ള രീതി. മുഹമ്മദിന്റെ കാലത്ത് അവിടെ രാഷ്ട്രീയം, മതം, യുദ്ധം, യുദ്ധസന്ദർഭം എന്ന് പറയുന്നിടത്തൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഇസ്ലാം സ്വീകരിക്കാനുള്ള വിമുഖതയോ ഇസ്ലാമിനോടുള്ള വിമർശനമോ ഇസ്ലാമിനെ എതിർക്കുന്നതോ ഒക്കെയാണ് യുദ്ധവും യുദ്ധസന്ദർഭവും രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് വരിക. അപ്പൊ എന്തായാലും ബാക്കി കേൾക്കാം. ഇനി ബനൂ ഖുറൈള സംഭവം പഠിപ്പിച്ചു തരാം കേട്ടോ. ഗ്രോക്ക് പഠിപ്പിച്ചു തരാൻ എന്തൊക്കെയാണുള്ളത്? അതെ, ഗ്രോക്ക് പഠിപ്പിച്ചു തരാണ്. ബാസിലിൽ പഠിപ്പിച്ചു തരാൻ വയ്യ. ഇവിടുത്തെ മൂത്ത മൂല്യമാർക്കൊന്നും ബനൂ ഖുറൈള പഠിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് ഗ്രോക്ക് ഉസ്താദ് വന്നു. ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ നമുക്ക് ബനൂ ഖുറൈള മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് നമ്മൾ ബാസിലിന്റെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആമീൻ വെച്ചാളി എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും ബനൂ ഖുറൈള ഒരു യഹൂദ ഗോത്രമായിരുന്നു. മദീനയിൽ മുസ്ലിങ്ങളുമായി ഒരു സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പഠിച്ചോനെ, സമാധാന ഉടമ്പടി എന്ന് വെച്ചാൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ മറ്റേ ചങ്ങായിക്ക് പറഞ്ഞത് ഏതാണ് ആ കരാറിന് നമുക്ക് വേണേൽ ചോദിച്ചോട്ടെ. ഏതാണ് ആ കരാറിനൊക്കെ ചോദിച്ചോക്കാം. മറ്റേ ചങ്ങായി പറഞ്ഞ ഞാനാണേ. ഏതാണ് ആ കരാറിന്? ഏതാണ് ആ കരാറിന് വെച്ച് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്നോട് പണ്ടൊന്ന് ചോദിച്ചതാ, പണ്ട് ഷുക്കൂറിനോട് ചോദിച്ചതാ, ഷമീറിനോട് ചോദിച്ചതാ, ഏതാണ് ആ കരാറ്? സാലിഹ് നിസാമി പുതുവനാനിനോട് ചോദിച്ചു, ഹാരിസ് മദനിയോട് ചോദിച്ചു, ഏതാണ് ആ കരാറ്? ഇപ്പെങ്കിലും നിങ്ങളെ കയ്യിൽ കരാറുണ്ടോ? കൊണ്ടുവാ. വെല്ലുവിളിയാണ്. ബനൂ ഖുറൈള കൂട്ടക്കൊലയിലേക്ക് നയിച്ച, കുറ്റം ചാർത്തപ്പെട്ട, കരാർ ലംഘിച്ചു എന്ന് അവകാശപ്പെടുന്ന, കരാർ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ വ്യവസ്ഥ രേഖപ്പെടുത്തിയ കരാർ ഏത് കരാറായിരുന്നു? കരാറിന്റെ കോപ്പി കയ്യിലുണ്ടോ? കൊണ്ടുവാ ബാസിലെ. ഇജ് ഗ്രോക്കിനെ കൂട്ടിക്കോ, വേണമെങ്കിൽ ട്രംപണിയും കൂട്ടിക്കോ, കുഴപ്പമില്ല. ഇനി കൊണ്ടുവാ. ഞാനാ ചോദിച്ച ആള്. ഉണ്ടോ എൻ്റെ അടുത്ത്? ഞാൻ എന്താ പറഞ്ഞ, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ കൊണ്ടാ. ഈ തന്നാ മതി, ഇല്ല ഗ്രോക്ക് തന്നാ മതി, ആരായാലും കുഴപ്പമില്ല, തരി. കരാർ കിട്ടിയോ? കരാർ കിട്ടിയ ഉണ്ണിയോട് ഞാൻ ചോദിച്ചില്ലേ മദീന പാക്ടിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അല്ല, മദീന പാക്ട് അല്ല. എന്നിട്ടോ അപ്പൊ കരാർ കിട്ടിയോ? നോക്കുക നമുക്ക് കരാർ കിട്ടുമോ എന്നുള്ളത്. എന്തായാലും സമാധാന ഉടമ്പടിയായി ആരുമായിട്ട്? ജൂതന്മാരുമായിട്ടേ. ആര്? മുഹമ്മദ്. എന്നാൽ ഖന്തഖ് യുദ്ധത്തിൽ 627 സിയിൽ ഖന്തഖ് യുദ്ധത്തിൽ അവർ ഈ ഉടമ്പടി ലംഘിച്ച് മുസ്ലിങ്ങൾക്ക് എതിരെ ശത്രുക്കളുമായി ഖുറൈശികളും മറ്റു ഗോത്രങ്ങളുമായി ചേർന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ചരിത്രം. ഇതൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. ഉടമ്പടി ലംഘിച്ച് ശത്രുക്കളുടെ കൂടെ ചേർന്നു കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തൊക്കെയാണ്? ജൂതഗോത്രമായിരുന്നു. മുഹമ്മദും സംഘവും മദീനയിൽ രാഷ്ട്രം നിർമ്മിച്ചപ്പോൾ ബനൂ ഖുറൈള ഉൾപ്പെടെയുള്ള ഗോത്രങ്ങൾ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി, ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. ഖന്തഖ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉടമ്പടി ലംഘിച്ച് അവർ ശത്രുക്കൾക്കൊപ്പം യുദ്ധത്തിൽ ചേർന്നു. ഇതാണ് കേട്ടോ പോയിന്റ്. ഗ്രോക്ക് പറഞ്ഞതായിട്ടാണ് ബാസിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ആ സമയത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ യഹൂദന്മാരായിട്ടുള്ള ബനൂ ഖുറൈള ഗോത്രവുമായിട്ട് ഒരു സമാധാന ഉടമ്പടിയിൽ കരാറിലാണ് പോയിരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആരും ആക്രമിക്കാൻ വന്നാലും നമ്മൾ യഹൂദന്മാർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതായിരുന്നു ആ കരാർ. അപ്പോൾ ആ കരാർ ഉണ്ടായിരിക്കെ ഈ ഗോത്രം എന്ത് ചെയ്തു? അത് ആദ്യം പാലിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് ലംഘിക്കുകയും ഈ പറഞ്ഞ പുറത്തു വന്ന ശത്രുക്കളുമായി ചേർന്നുകൊണ്ട് ആ ചതി നടത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വഴി തേടുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഗ്രോക്ക് പറഞ്ഞു
അത് അബ്ദുള്ള ബാസിൽ സെക്കൻഡ് ചെയ്തു. അബ്ദുള്ള ബാസിൽ അത് എൻഡോസ് ചെയ്തു. ഗ്രോക്കിന്റെ വാദം ശരിയാണെന്ന് സ്ഥാപിച്ചു. അത് തന്നെയാണ് ഇസ്ലാമിന്റെ വാദം എന്ന് സമ്മതിച്ചു. അപ്പോൾ ശത്രുക്കളുമായിട്ട് ബനു ഖുറൈളക്ക് കരാർ, മുസ്ലിങ്ങളുമായിട്ട് സമാധാന കരാറിലാണ് ബനു ഖുറൈള പോയിരുന്നത്. അത് ഹന്തക്കിന്റെ യുദ്ധ സന്ദർഭത്തിൽ അവരത് ആദ്യം പാലിക്കാമെന്ന് പറഞ്ഞു, പിന്നീട് അത് ലംഘിച്ചു. അങ്ങനെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഇവർ തീരുമാനിച്ചു. ഇതാണ് കേട്ടോ ആരോപണം. ശരി, ഗ്രോക്കാവുമ്പോൾ പിന്നെ തെളിവ് തരും. എല്ലാ കിതാബും ഉണ്ടല്ലോ ഗ്രോക്കിൻ്റെ അടുത്ത്. നമുക്ക് ആ കരാറ് കിട്ടുന്ന ഒരു പൊലിവിലാണ് ഞാൻ. ആ കരാറ് കിട്ടാൻ എത്ര കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു കരാറാണ്. ബാസിലിനോട് ചോദിച്ചു, കിട്ടിയില്ല. കരാർ എവിടെ എന്ന് നമ്മൾ ഷുക്കൂറിനോട് ചോദിച്ചു, കരാർ കിട്ടിയില്ല. കരാർ എവിടെ എന്ന് നമ്മൾ സാലിഹ് നിസാമി പുതുവന്നാനിയോട് ചോദിച്ചു, കരാർ കിട്ടിയില്ല. കരാർ എവിടെ എന്ന് നമ്മൾ ഹാരിസ് മദനിയോട് ചോദിച്ചു, കരാർ കിട്ടിയില്ല. കരാർ തരാമെന്ന് പറഞ്ഞു പോയവർ കരാർ ലംഘിച്ചു. അങ്ങനെ അവസാനം ഇപ്പൊ ഗ്രോക്ക് കരാർ നമുക്ക് തരും എന്ന ഒരു ശുഭപ്രതീക്ഷയിൽ നമ്മൾ കരാറിനായി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ബാസിലെ ഗ്രോക്കെ നിരാശപ്പെടുത്തരുതേ. ഗ്രോക്ക് പറയണേ, യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾ ബനു ഖുറൈളയെ ഉപരോധിച്ചു. അവർ കീഴടങ്ങി. ശിക്ഷ നിർണ്ണയിക്കാൻ മുഹമ്മദ് നബി ഒരു നിഷ്പക്ഷ അനുരഞ്ജകനായ സഅദ് ബിൻ മുആദിനെ അവരുടെ മുൻ സഖ്യകക്ഷിയായ ഹൗസ് ഗോത്രത്തലവനെ നിയോഗിച്ചു. സഅദ് യഹൂദ നിയമം, അതായത് തൗറാത്ത് നിയമാവർത്തനം 20:10-14 അനുസരിച്ച് വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിലെന്താ മനസ്സിലാക്കേണ്ടത്? യുദ്ധാനന്തരം മദീനക്കാർ ഇവരെ ഉപരോധിച്ചു. അതിനുശേഷം സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകൾ, വാക്കുകളാണ്, നിഷ്പക്ഷമതിയായ ഒരു വിധികർത്താവിനെ നിശ്ചയിച്ചു. മനസ്സിലായോ? സഅദ് ബിൻ മുആദ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ അനിൽ മുഹമ്മദിന്റെ ഒക്കെ പോലത്തെ ഒരാള്. അങ്ങനെ മനസ്സിലാക്കട്ടെ. നിഷ്പക്ഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ആരെ ഓർമ്മ വരിക? നമ്മൾ അനിൽ മുഹമ്മദിന്റെ. എന്നതുപോലെ ആ കാലത്ത് ഉണ്ടായിരുന്നതിലേക്കും വെച്ച് ഏറ്റവും നിഷ്പക്ഷനായ ഒരാളെ ഇവരുടെ കാര്യത്തിൽ വിധി പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധകനും പ്രവാചകനും പ്രചാരകനുമായിട്ടുള്ള മുഹമ്മദ് നബി അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി വന്ന, അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ വെച്ച് തോറയുടെ നിയമം അനുസരിച്ച് ഒരു മുസ്ലിം വിധി കൽപ്പിച്ചു. തോറയിലെ നിയമം കൊണ്ട് അവർ വായിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരുടെ നിയമപ്രകാരമാണ് വിധി പറഞ്ഞത്, അല്ലാതെ മുഹമ്മദ് നബി കൊല്ലണം എന്ന് പറഞ്ഞല്ല. അപ്പൊ നോട്ട് ദ പോയിന്റ്. ഇത് മുഹമ്മദിന്റെ വിധിയോ അള്ളാഹുവിന്റെ വിധിയോ അല്ല. തോറയുടെ വിധി അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന്, തോറയിൽ നിന്ന് വിധിച്ചു. അപ്പൊ പിന്നെ പരാതിയില്ലല്ലോ. സഅദ് ബിൻ മുആദ് ആണെങ്കിൽ ആരാണ്? നിഷ്പക്ഷനിൽ നിഷ്പക്ഷൻ. സഅദ് ബിൻ മുആദിനെ പോലെ ഒരു നിഷ്പക്ഷൻ ആ ഹന്തക്കിന്റെ പരിസരത്ത് അവിടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് മുറിവേറ്റ് കിടന്ന സഅദ് ബിൻ മുആദിനെ കഴുതപ്പുറത്ത് ആനയിച്ചു കൊണ്ടുവന്ന് വിധി കൽപ്പിക്കാൻ മുഹമ്മദ് തീരുമാനിച്ചത്. നിങ്ങൾ ചരിത്രം ശരിക്കും മനസ്സിലാക്കണം. ഗ്രോക്കിന് ചിലപ്പോൾ കഴുതപ്പുറത്ത് വന്ന കഥയൊന്നും ചിലപ്പോൾ അറിയില്ല. അതൊന്ന് ബാസിൽ സമയം പോലെ എന്നാണ് പറഞ്ഞു കൊടുത്ത ആളുണ്ട്. സഅദ് എന്ന് പറയുന്ന അവർ അടക്കം അവരുമായി അവരുടെ മുൻ സഖ്യകക്ഷിയായിട്ടുള്ള ഔസിന്റെ ഗോത്രത്തലവനായിട്ടുള്ള സഅദ് ബിൻ മുആദ് എന്ത് ചെയ്തു? യഹൂദ നിയമം അനുസരിച്ച് പിന്നെ നിയമം പറയാണ്, അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുകയാണ്. പുരുഷന്മാർക്ക് മരണശിക്ഷ, സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കുക. ഈ വിധി നടപ്പിലാക്കപ്പെട്ടു. ഇതാണ് പിന്നെ ബനു ഖുറൈളയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ്, ഇത്രേ ഉള്ളൂ. ഞാൻ ഇവരാകെ ഇത്രയും ചെയ്തിട്ടുള്ളൂ. അതിനാണ് ഇവര് കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നതെന്നാണ് ഇപ്പൊ ബാസിൽ പറയുന്നത്. വല്ലാത്തൊരു മേനല്ലേ ബാസിലെ. ശരി, കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഗ്രോക്കണ്ണൻ നിർത്തിയിട്ടില്ല. ഇനി സന്ദർഭം, ബനു ഖുറൈളയുടെ ശിക്ഷ മതപരമായ കാരണത്താലല്ല, മറിച്ച് യുദ്ധസമയത്തെ വിശ്വാസവഞ്ചനക്കുള്ള ശിക്ഷയായാണ് നൽകിയത്. അത് സ്വാഭാവികമാണ്. നമുക്ക് അത് സ്വാഭാവികമാണ്. അത് ബനു ഖുറൈള എന്ന് പറയുന്നത് മതപരമായ കാരണത്താലേ അല്ല. ശ്രദ്ധിച്ച് നോട്ട് ദ പോയിന്റ്. മതപരമായ ഒരു കാരണം അതിനകത്തില്ല. പകരം അത് യുദ്ധ സന്ദർഭത്തിലെ ഒരു കുറ്റം ചെയ്തു എന്നതിനുള്ള ശിക്ഷ ആയിട്ട് നടപ്പിലാക്കിയത്. ശരി, ബാക്കി സ്വാഭാവികമായ ഒരു വിശ്വാസവഞ്ചനയാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായ ശിക്ഷ ആയിരിക്കും ഉണ്ടാവുക. അത് ഏതൊരാൾക്കും കോമൺ സെൻസോട് കൂടി ആലോചിക്കാവുന്നതാണ്. കോമൺ സെൻസ് ഇല്ലെങ്കിൽ AI എങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കോമൺ സെൻസിന് പകരം AI ഉപയോഗിക്കാമെങ്കിൽ അത് പൊളിക്കും. എനിക്ക് വയ്യ. ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ കോമൺ സെൻസ് അങ്ങനെ അധികം ഉപയോഗിക്കാൻ പാടില്ല. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താവട്ടെ, AI എങ്കിൽ AI നമുക്ക് ഉപയോഗിച്ച് നോക്കാം. നമ്മളൊക്കെ കോമൺ സെൻസ് എന്തായാലും ഉപയോഗിക്കുന്നില്ല, നമുക്ക് AI ഉപയോഗിച്ച് നോക്കാം. ഇനി അന്നത്തെ അറേബ്യൻ ഗോത്ര സമൂഹത്തിൽ ഇത്തരം കർശന നടപടികൾ സാധാരണമായിരുന്നു. മദീനയിൽ മറ്റ് യഹൂദ ഗോത്രങ്ങളായ ബനു ഖായിലും അതുപോലെ തന്നെ ബനു നദീറും സമാനമായ സന്ദർഭത്തിൽ പുറത്താക്കപ്പെട്ടിരുന്നെങ്കിലും കൊല്ലപ്പെട്ടിരുന്നില്ല. ഇത് ശിക്ഷയുടെ സ്വഭാവം സാഹചര്യത്തിനനുസരിച്ചായിരുന്നു എന്ന് കാണിക്കുന്നു. അപ്പൊ ഇത് അവിടെ അറേബ്യൻ ഗോത്രത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് അവിടുത്തെ ഒരു രീതിയായിരുന്നു, അന്നത്തെ രീതിയായിരുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. അറേബ്യൻ ഗോത്ര കാലത്ത് ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. എന്ത്, ഒരു ജനതയെ ഒരു പ്രശ്നം ആരോപിച്ച്, ഒരു കരാർ ലംഘനം ആരോപിച്ച് അവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് വന്ന് വരിയായി നിരായുധരായി നിർത്തിയിട്ട് ആളെണ്ണം തലവെട്ടി കൊക്കയിലേക്ക് തള്ളുന്നതൊക്കെ അന്നത്തെ ഗോത്രകാലത്തിൽ അതൊക്കെ നിത്യസംഭവമായിരുന്നു, അതൊക്കെ നോർമലായിരുന്നു എന്നാണ് ബാസിൽ പറയുന്നത്. ഉളുപ്പുണ്ടോ ബാസിലെ എന്ന് ഞാൻ ചോദിക്കൂല. കാരണം എന്താ നിങ്ങൾ പറയേ, ഞാൻ ചോദിക്കൂല.
ഉപസംഹാരം ബനൂ ഖുറൈള സംഭവം ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണെന്നതിന് തെളിവല്ല. അത് ഒരു പ്രത്യേക യുദ്ധ സന്ദർഭത്തിലെ വിശ്വാസവഞ്ചനക്കുള്ള പ്രതികരണമായിരുന്നു, മതപരമായ ഉന്മൂലന ലക്ഷ്യമല്ല. ഖുർആനിന്റെ വിശാലമായ സന്ദേശവും മുഹമ്മദ് നബിയുടെ മറ്റു പ്രവർത്തനങ്ങളും സഹിഷ്ണുതയും സമാധാനവുമായിട്ടാണ് ഉയർത്തി കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രോക്കാണ് മറുപടി പറയുന്നത്. ഗ്രോക്ക് മറുപടി പറയുന്നതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാസിലിന്റെ ഒരു കൗതുകം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ് ആ കരാറ് എന്ന് ഇവിടെ ചില ആൾക്കാർ ചോദിക്കണ്ടല്ലോ, എന്നെയാണ് ഉദ്ദേശിക്കണേ. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കണ്ടല്ലോ ഏതാണ് ആ കരാർ എന്ന് നമുക്ക് ചോദിച്ചാളയാം. ഏതാണ് ഇപ്പൊ ആ കരാർ എന്ന് നമുക്ക് ഗ്രോക്കിനോടൊന്ന് ചോദിക്കാം എന്നാണ് ബാസിലിന്റെ ഒരു കുസൃതി. കണ്ടോളി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ എക്സ് മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ഏതാണ് ആ കരാർ എന്ന് എക്സ് മുസ്ലിംകൾ ചോദിക്കുന്നു. അതെ, ഏതാണ് ആ കരാർ എന്ന് എക്സ് മുസ്ലിങ്ങൾ ചോദിക്കുന്നു. ഗ്രോക്കിനോട് ചോദിച്ചാണ്. ജിന്റെ പേര് കൂടെ പറഞ്ഞു കൊടുത്തൂടെ ഇന്നാ? ഇത്രയൊക്കെ അറിയുന്ന ആൾക്ക് ചിലപ്പോൾ ഇനി അറിഞ്ഞെങ്കിലോ. അപ്പൊ അതുകൊണ്ട് ഏതാണ് ആ കരാർ? നമുക്കിപ്പോ ആകെ അറിയേണ്ടത് എന്താണ്? ഏതാണ് ആ കരാർ എന്നാണല്ലോ, അല്ലേ? ശരി. മറ്റത് 800, 900, 600 എണ്ണം കൃത്യമല്ല, എങ്കിലും 900ഓളം വരുന്ന ആളുകളെ തലയർത്തു കൊന്നു എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നു. അത് അന്നത്തെ ഗോത്രകാലത്ത് പതിവായിരുന്നു എന്നവർ സമ്മതിക്കുന്നു. അതിൽ യാതൊരു കുഴപ്പമില്ല എന്നവർ സമ്മതിക്കുന്നു. അതേപോലെ അത് അന്നത്തെ കാലത്തെ ഗോത്രനീതിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്, അതിലൊരു കുഴപ്പമില്ല എന്ന് ഇവർ സമ്മതിക്കുന്നു. അത് ചെയ്യാനുള്ള ന്യായം എന്താണ്? കരാറാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു ഏതാണ് ആ കരാർ? കരാറുണ്ടെങ്കിലും ഇത് കൂട്ടക്കൊലയാണ്, അത് വേറെ കാര്യം. എങ്കിൽ പറയുമ്പോൾ കരാറ് എന്ന് ന്യായം പറയുമ്പോൾ ഏതാണ് ആ കരാർ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർക്ക് മറുപടി ഇല്ല. ഇപ്പൊ ഗ്രോക്ക് മറുപടി പറയാൻ പോണ്. നല്ലോണം ശ്രദ്ധിച്ച് കേട്ടിരുന്നോളിയും. ഫ്രീക്കി സിക്കെ കരയണ്ട. ഏതാണ് ആ കരാർ? ഇതാണ് നമ്മളെ പോയിന്റ്. ഏതാണ് ആ കരാർ? ശ്രദ്ധിച്ച് കേട്ടോ എന്ന് ചോദിച്ചോക്കാം. അവർ കരാറുണ്ടോന്ന്, അല്ലെങ്കിൽ കരാറുണ്ടോന്നുള്ള അവരുടെ ചോദ്യം. നമുക്ക് നിന്റെ ചോദ്യത്തിൽ ഏതാണ് ആ കരാർ എന്ന് പരാമർശിക്കുന്നത് ബനൂ ഖുറൈള സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളും മദീനയിലെ മുസ്ലിങ്ങളും യഹൂദ ഗോത്രങ്ങളും തമ്മിൽ ഉണ്ടായിരുന്ന സമാധാന ഉടമ്പടിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഏതാണ് ആ കരാർ എന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചാൽ പോരല്ലോ. അപ്പോൾ അത് ഗ്രോക്കിന് മനസ്സിലായി ബനൂ ഖുറൈള ആയിട്ടുള്ള സംഭവമാണെന്നുള്ളത്. എക്സ് മുസ്ലിങ്ങൾ, മുൻ മുസ്ലിങ്ങൾ ഈ വിഷയത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ചരിത്രപരമായ സംഭവങ്ങൾ വിമർശനാത്മകമായി പരിശോധിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ കരാർ എന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കാം. ഏത് കരാർ? ഏതാണ് ആ കരാർ? അപ്പൊ ഇതിലൊരു പോയിന്റ്, എക്സ് മുസ്ലിങ്ങൾ ചരിത്രപരമായ സംഭവങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്നത് സ്വാഭാവികമാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒരു ഉപദേശമായിട്ട് ബാസിലിയാർക്ക് എടുത്തൂടെ? ഇത്തരം സംഭവങ്ങളിൽ ചോദ്യം ചോദിക്കുക സ്വാഭാവികമാണ്. അപ്പൊ ദായിമാരുടെ ഉത്തരവാദിത്തം എന്താണ്? അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ ഏതാണ് ആ കരാർ എന്ന് ചോദിച്ചാൽ, ഞാൻ അബ്ദുള്ള അബ്ബാസിനെ വെല്ലുവിളിക്കണം. ഏതാണ് ആ കരാർ എന്ന് അബ്ദുള്ള അബ്ബാസിൽ എപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഇതാണ് ആ കരാർ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കരാറ് എന്ന് പറഞ്ഞ കരാറാവൂല പൊന്നെ. കരാറ് എന്ന് എഴുതി വെച്ചതല്ല കരാറ്. എന്നൊരു പുസ്തകത്തിൽ എഴുതി വെച്ചാൽ അതല്ല കരാറ്. കരാർ എന്ന് പറഞ്ഞാൽ കരാറാണ്. ഏതുപോലെ അക്കബ ഉടമ്പടി എന്ന് എഴുതി വെച്ചാൽ അതിന്റെ താഴെ അക്കബ ഉടമ്പടി വിശദീകരിച്ചിട്ടുണ്ടോ? ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധി ആവോ? ഇല്ല. ഹുദൈബിയ സന്ധി നമുക്ക് കിട്ടും, പുസ്തകത്തിൽ കിട്ടും, എഴുതി വെച്ചിട്ടുണ്ടാകും. അതിൽ ആരൊക്കെ ഒപ്പിട്ടു, ആരാണ് തയ്യാറാക്കിയത്, ആരൊക്കെയാണ് അതിൽ സാക്ഷിയായിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിലെ വ്യവസ്ഥകൾ എന്ന് ഇരുകൂട്ടർക്കും ബോധ്യമുള്ള ഒരു കാര്യത്തെയാണ് കരാർ അല്ലെങ്കിൽ സന്ധി എന്നൊക്കെ പറയാം. എന്താ സന്ധി, കരാർ? രണ്ട് കക്ഷികൾ തമ്മിലുള്ള കരാറ്, സന്ധി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് കക്ഷികളുടെ ഭാഗത്തുനിന്നും ആളുകൾ ഇരിക്കും, അവർ അത് ചർച്ച ചെയ്യും, വ്യവസ്ഥകൾ എഴുതി തയ്യാറാക്കും. അത് ആരെഴുതി, ഏത് തീയതിയിൽ, എവിടെ ഇരുന്ന്, എപ്പോൾ എഴുതി എന്നും, വ്യവസ്ഥകൾ 1, 2, 3, 4 എന്നും, വ്യവസ്ഥകൾ ലംഘിക്കാനുള്ള കാര്യങ്ങൾ 1, 2, 3, 4 എന്നും ഒക്കെ വിശദമായി എഴുതി ഇരുപക്ഷത്തു നിന്നും ആരൊക്കെയാണ് കരാറിന്റെ ഭാഗമായി ഒപ്പിട്ടിട്ടുള്ളത് എന്നും അതിന് താഴെ സാക്ഷികൾ ആരാണ് എന്നും ഒപ്പിട്ട് അങ്ങനെയാണ് കരാർ പൂർത്തിയാക്കുക. അതാണ് കരാർ കേട്ടോ. അപ്പൊ എന്താണ്, എക്സ് മുസ്ലിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക സ്വാഭാവികമാണ്. ഏതാണ് ആ കരാർ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. ഇനി പിടിച്ചിരുന്നോളി, ഏതാണ് ആ കരാർ എന്ന് പറയാൻ പോവാണ്. ഏതാണ് ആ കരാറ്? ഇവിടെ പരാമർശിക്കപ്പെടുന്നത് മദീന ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന അല്ലെങ്കിൽ മദീന ഉടമ്പടി, ഷിഫാത്തുൽ മദീന, സഹിഫാത്തുൽ മദീന എന്നറിയപ്പെടുന്ന ചരിത്രപരമായ ഒരു രേഖയാണ്. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത 622 ശേഷം മദീനയിൽ വിവിധ സമൂഹങ്ങളെ ഒന്നിപ്പിക്കാനും സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കാനും ഈ കരാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞ കരാറിന്റെ വിശദാംശങ്ങൾ, കക്ഷികൾ ഏതൊക്കെയാണ്? കക്ഷികൾ മുസ്ലിങ്ങൾ, ഒബ്വിയസ്ലി മുസ്ലിങ്ങൾ ഉണ്ടാവും, മദീനയിലെ യഹൂദ ഗോത്രങ്ങൾ ബനു കൈനുക, ബനു നദീർ, ബനു ഖുറൈള ഉൾപ്പെടെ, അതുപോലെ തന്നെ മദീനയിലെ അറബ് ഗോത്രങ്ങൾ എന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മിനിറ്റ്, അവിടെ ചെറിയ കാര്യങ്ങൾക്ക് കാണിച്ചു തരണം. ഇവിടെ ഗ്രോക്ക് പറയുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാം. അബ്ദുള്ള അബ്ബാസിൽ വെറുതെ പറയല്ല. കരാർ എന്ന് പറയുന്നത് മദീന കരാറാണ്. കരാറിൽ ഒപ്പിട്ടുള്ള കക്ഷികൾ അല്ലെങ്കിൽ കരാറിൽ ഉൾപ്പെടുന്ന കക്ഷികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, മക്കയിൽ നിന്ന് പലായനം ചെയ്ത മുഹാജിറുകളും മദീനയിലെ അൻസാരികളുമായിട്ടുള്ള മുസ്ലിങ്ങൾ, അതേപോലെ തന്നെ മദീനയിലെ യഹൂദ ഗോത്രങ്ങൾ, അതായത് ബനു ഖുറൈള, ബനു നളീർ, ബനു കൈനുക തുടങ്ങി എന്നിവ ഉൾപ്പെടെ, ശ്രദ്ധിച്ച് കേൾക്കണേ,
ക്രോക്ക് പറഞ്ഞെടുത്ത മറുപടിയാണ്, ഗ്രോക്ക് പറഞ്ഞ മറുപടിയാണ് അബ്ദുള്ള ബാസിൽ ഇപ്പോൾ വായിച്ചത്. ഈ പറയപ്പെടുന്ന കരാർ എന്ന് പറയപ്പെടുന്നത് മദീന പാക്ട് ആണ്. മദീന പാക്ടിൽ ഈ പറയപ്പെടുന്ന ആളുകൾ മദീനയിലെ യഹൂദ ഗോത്രങ്ങളായ ബനു കൈനുക, ബനു നളീർ, ബനു ഖുറൈള തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നതാണ് മദീന പാക്ട്. അപ്പൊ ഏതാണ് ആ കരാർ എന്നതിന് ഉത്തരമായി എന്താണ് ആ കരാറ്? ഏതാണ് ആ കരാറ്? പറയും ഏതാണ് ആ കരാറ്? മദീന പാക്ട്. ഇതന്നല്ലേ മൊയന്തുകളെ കാലം കുറെ ആയിട്ട് ഞാൻ ചോദിച്ചത് മദീന പാക്ട് ആണോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു മദീന പാക്ട് അല്ല. എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം? മദീന പാക്ട് അല്ല എന്ന് നിങ്ങൾക്കറിയാം. മദീന പാക്ട് അല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ അബ്ദുള്ള ബാസിലിനെ ഗ്രോക്ക് പറ്റിച്ചതാണോ അതോ ഗ്രോക്കിന് മുന്നിൽ വെച്ച് അബ്ദുള്ള ബാസിൽ നാട്ടുകാരെ മൊട്ടം പറ്റിച്ചതാണോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഗ്രോക്ക് നുണ പറഞ്ഞതാണോ എന്നാ ചോദ്യം. ഗ്രോക്കിന് ബയാസ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഗ്രോക്കിന് ഒട്ടും ബയാസില്ല എന്നും ഗ്രോക്ക് വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഡാറ്റകൾ തരും, അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രോക്ക് റളിയല്ലാഹുവിനെ ഏറ്റിപ്പിടിച്ചത് എന്നും പറഞ്ഞ അബ്ദുള്ള ബാസിൽ ഇനി ഇത് ശ്രദ്ധിച്ചിരുന്നോ? ആവശ്യമുള്ളവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. അബ്ദുള്ള ബാസിൽ പറഞ്ഞത് ഗ്രോക്ക് പറഞ്ഞതനുസരിച്ച് ഞാൻ ചോദിച്ച കരാർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ മദീന പാക്ട് ആണ് എന്നാണ് ഗ്രോക്ക് പറഞ്ഞത്. അതിൽ ഈ 3 ഗോത്രങ്ങൾ ഉണ്ട് എന്നാണ് ഗ്രോക്കിന്റെ വാദം. അല്ല ചങ്ങായിയെ, അണക്കി ബോധല്ലേ? മദീന പാക്ട് ആണോന്ന് എന്നോട് അങ്ങോട്ട് ചോദിച്ചതല്ലേ? നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചില്ലേ മദീന പാക്ട് ആണോന്ന്? അപ്പൊ നിങ്ങൾ എന്തിനാ മദീന പാക്ട് അല്ല എന്ന് പറഞ്ഞത്? മദീന പാക്ട് ആണോ? നിങ്ങൾ പറയും. ഇനി ബാസിൽ പറ മദീന പാക്ട് ആണോ? ഇനിയിപ്പോ ഗ്രോക്കിനെ തള്ളുവോ അതോ കോർക്കണ്ണാക്കി പൊടിഞ്ഞ പോലെ കുടുങ്ങി കിടക്കുവോ? ആഹാ, കൊള്ളാലോ മദീന പാക്ട് ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം. ബാസിൽ അവിടെ കിടന്ന് ഒന്ന് ഉരുളുന്നത്, ഒന്ന് അസ്വസ്ഥതപ്പെടുന്നത് നിങ്ങളൊന്ന് കണ്ടോളൂ. അതുപോലെ തന്നെ മദീനയിലെ അറബ് ഗോത്രങ്ങൾ എന്നൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതെ, എന്തൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്? അബ്ദുള്ള ബാസിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നായി. അടുത്തോട്ടെ. അതുപോലെ തന്നെ പ്രധാന ഉള്ളടക്കം മദീന ഒരു ഏകീകൃത സമൂഹമായി പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാ കക്ഷികൾക്കും മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കി. ബാഹ്യ അക്രമങ്ങൾക്കെതിരെ പരസ്പരം സഹായിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആഭ്യന്തര തർക്കങ്ങൾ മുഹമ്മദ് നബിയുടെ മധ്യസ്ഥതയിൽ പരിഹരിക്കും. ഇപ്പൊ നോക്കൂ, വ്യവസ്ഥകൾ അതിനകത്തുണ്ട്, കക്ഷികൾ ആരാണെന്നുണ്ട്, കരാറിന്റെ പേരുണ്ട്. ഗ്രോക്ക് ഒരു സംഭവം തന്നെ അല്ലേ? എന്താ ബനു ഖുറൈളയുമായുള്ള ബന്ധം. ബനു ഖുറൈള ഈ കരാറിന്റെ ഭാഗമായിരുന്നു. അവർക്ക് മദീനയിൽ ശ്രദ്ധിച്ചു കേൾക്കണം, ഉറപ്പിച്ചൊന്നും കൂടിയും ആവർത്തിച്ച് പറയാണ്, ബനു ഖുറൈള ഈ കരാറിന്റെ ഭാഗമായിരുന്നു. ഒരു ബയാസും ഇല്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ഗ്രോക്ക് പറയാണ് ബനു ഖുറൈള ഈ കരാറിന്റെ ഭാഗമായിരുന്നു. ബാസിലെ ഇനി ഗ്രോക്കിനെ തളരുത്. ഗ്രോക്കിനെ റളിയല്ലാഹു അൻഹു പറഞ്ഞ് ചേർത്ത് പിടിക്കണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം. എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ അടിവേറിറക്കുമ്പോ അതിന്റെ പിക്കാസിന് മൂർച്ച കൂട്ടുന്ന ഒരു ഉപകരണമായിട്ട് അതും പിടിച്ചു നിൽക്കുന്ന ഒരാളായിട്ട് അബ്ദുള്ള ബാസിൽ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാവണം. ഇസ്ലാമിന്റെ പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കാനുള്ള ചുറ്റികയാണ് അബ്ദുള്ള ബാസിലിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഗ്രോക്ക്. പിടിച്ചിരുന്നോ? അതിന്റെ ലോകം ഒന്ന് കണ്ടോ? അത് അങ്ങോട്ടും ഇനി തിരിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല. പെട്ടു. ഗ്രോക്കിന്റെ എംബ്ലങ്ങൾ നോക്കിയേ, അത് അബ്ദുള്ള ബാസിലെ തൊണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞു. ബനു ഖുറൈള നിങ്ങളൊക്കെ പെട്ടു, ബാസിലെ പെട്ടു. സ്വന്തം മതവും ആചാരവും പിന്തുടരാൻ അനുവാദമുണ്ടായിരുന്നു. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളുമായി ചേരരുത് എന്ന് വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇനി അപ്പൊ വ്യവസ്ഥകൾ വരെ ബനു ഖുറൈളയുടെ കാര്യത്തിൽ ഗ്രോക്ക് പറഞ്ഞു. നമ്മൾ തോറ്റു അല്ലെ? നമ്മൾ ഗ്രോക്കിന് മുന്നിൽ നമ്മൾ അടിയറവ് പറഞ്ഞു. അബ്ദുള്ള ബാസിൽ സംഘവും ആഹ്ലാദത്തിലാണ്. തക്ബീർ ധ്വനികൾ മുഴങ്ങട്ടെ, ഇസ്ലാമിന്റെ വിജയം വാനോളം ഉയരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഗ്രോക്കിനെ എതിർക്കുകയാണോ എന്നാണ് ഇവിടെ ഒരാൾ ചോദിക്കുന്നത്. ഇനി കുളിപ്പുണ്ടോ ഗ്രോക്ക്? ഞാൻ ഗ്രോക്കിനെ എതിർക്കുകയല്ല. ഗ്രോക്കിനെ എതിർക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. ഗ്രോക്കിനെ ഇപ്പൊ തള്ളിയ നിങ്ങൾക്ക് ഇപ്പൊ പൊളിഞ്ഞു പോയതേ പോകുള്ളൂ, ബാക്കി കിട്ടും. എന്താണ് ലംഘനം? ഏതാണ് കരാർ എന്ന് ചോദിച്ചാൽ പിന്നെ കരാർ ലംഘിക്കണല്ലോ. ബനു ഖുറൈളയും കരാർ ലംഘനവും അതാണ്. അപ്പൊ ബനു ഖുറൈള കരാറിൽ ഉണ്ടായിരുന്നു, വ്യവസ്ഥയുണ്ട്. ഇനി എന്താണ് കരാർ ലംഘനം? മനസ്സിലായോ? എന്താണ് കരാർ എന്നറിഞ്ഞാലല്ലേ എന്താ ലംഘിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്താ ലംഘിച്ചത് എന്നറിഞ്ഞാലല്ലേ അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കരാർ കിട്ടി, ഇനി ഇതാ ലംഘനം കിട്ടാൻ പോണ്. കേട്ടോളൂ. ഖന്തഖ് യുദ്ധത്തിൽ മക്കയിലെ ഖുറൈശികളും അവരുടെ സഖ്യകക്ഷികളും മദീന ആക്രമിക്കാൻ എത്തിയപ്പോൾ ബനു ഖുറൈള ഈ ഉടമ്പടി ലംഘിച്ചു ശത്രു പക്ഷവുമായി സഹകരിച്ചു. ചരിത്രകാരന്മാർ ഇബ്നു ഹിഷാം ഒക്കെ രേഖപ്പെടുത്തിയതനുസരിച്ച് അവർ മുസ്ലിങ്ങൾക്കെതിരെ ആയുധമെടുക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇത് മദീനയുടെ നിലനിൽപ്പിന് ഭീഷണിയായി. ഈ വിശ്വാസവഞ്ചനയാണ് അവർക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമായത്. അപ്പം മദീന മക്കക്കാരുമായിട്ട് ചേർന്നു, അല്ലെങ്കിൽ മറ്റുള്ള ജൂതഗോത്രങ്ങളുമായിട്ട് ചേർന്നു, ശത്രുക്കളുമായി ചേർന്നു. അബൂ സുഫിയാനോടായിട്ടാണോ അല്ലെങ്കിൽ മക്കയിൽ നിന്ന് അതിന് മുൻപ് പുറത്താക്കപ്പെട്ട ആളുകളുമായിട്ടാണോ ചേർന്നു? മുസ്ലിങ്ങൾക്കെതിരെ സൈന്യത്തിൽ അണിനിരന്നു. ഇങ്ങനെ തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ്. പിന്നെ ഓരെ കൊല്ലണ്ടേ എന്നാണ് ബാസിൽ ചോദിക്കുന്നത് അല്ലേ ബാസിലെ? ശരി.
എക്സ് മുസ്ലിങ്ങൾ എന്തിനെതിരെ ചോദിക്കുന്നു? എക്സ് മുസ്ലിങ്ങൾ പലപ്പോഴും ഈ സംഭവത്തെ ഉയർത്തിക്കാട്ടി ഇസ്ലാമിന്റെ സഹിഷ്ണുതയെ ചോദ്യം ചെയ്യാറുണ്ട്. അവർക്ക് ഉന്നയിക്കാവുന്ന വാദങ്ങൾ പിന്നെ ബനൂ ഖുറൈളയുടെ ശിക്ഷ അമിതമായിരുന്നു അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇത് മതപരമായ അസഹിഷ്ണുതയുടെ ഭാഗമല്ലെന്ന് അവർക്ക് ചോദിക്കാം. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇത് മതപരമായ വിദ്വേഷത്തിന്റെ ഫലമല്ല. എക്സ് മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രോക്ക് പറയാണ് ഇത് മതപരമായ വിദ്വേഷത്തിന്റെ ഫലമല്ല, മറിച്ച് യുദ്ധകാലത്തെ വിശ്വാസവഞ്ചനക്കുള്ള പ്രതികരണമാണ് എന്നാണ്. മദീന ഉടമ്പടി ഒരു രാഷ്ട്രീയ സൈനിക കരാറായിരുന്നു, മതപരമായ ഒന്നല്ല. അപ്പൊ എക്സ് മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചോട്ടെ, എക്സ് മുസ്ലിങ്ങളെ ഒരു എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നിങ്ങൾ അതിലൊന്നും മനസ്സ് വിഷമിപ്പിക്കണ്ട, ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള പ്രശ്നമല്ല, ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഗ്രോക്ക് പറഞ്ഞു എന്നാണ് ചരിത്രപരമായ തെളിവ് രേഖ. എക്സ് മുസ്ലിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇതൊക്കെ അവരർഹിക്കുന്ന ശിക്ഷയായിരുന്നു എന്ന് ഗ്രോക്ക് പറഞ്ഞു എന്ന സമാധാനമാണ് അബ്ദുള്ള അബ്ബാസിൽ. എന്നിട്ട് അബ്ദുള്ള അബ്ബാസിന്റെ കുസൃതിയാണ് നിൽക്കുന്നില്ല. ഉപസംഹാരം, ആ കരാർ എന്നത് മദീന ഉടമ്പടിയാണ്. ബനൂ ഖുറൈദ അതിന്റെ ഭാഗമായിരുന്നു. അവർ ലംഘിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ശിക്ഷ സംഭവിച്ചത്. ഈ സംഭവത്തെ ഒറ്റപ്പെട്ട് നോക്കാതെ അന്നത്തെ യുദ്ധ സന്ദർഭവും അറേബ്യൻ ഗോത്ര വ്യവസ്ഥയും കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രോക്ക് പറയുന്നത്. അത് കൊള്ളാം. അപ്പൊ ഇത് നിങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണ്, നിങ്ങൾ ഇത്ര വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് മാത്രമല്ല, നിങ്ങൾ ആ കാലഘട്ടത്തിൽ അറേബ്യയിലെ ഗോത്ര സംസ്കാരം കൂടി പരിഗണിക്കണം. അത് നമ്മൾ പരിഗണിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പരിഗണിക്കും, നിങ്ങൾ സമ്മതിക്കുവോ? ഗ്രോക്ക് പറഞ്ഞത് ബാസിൽ സമ്മതിച്ചാൽ മതി, പ്രശ്നം നമുക്ക് ഇവിടെ ഇപ്പൊ തീർക്കാം. മുഹമ്മദ് നബിയുടെ ചെയ്തികളിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അറേബ്യയിലെ ഗോത്ര സംസ്കാരം പരിഗണിക്കാം. നിങ്ങൾ പരിഗണിക്കുവോ? അറേബ്യയിലെ ഗോത്ര സംസ്കാരം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയുമോ? കഴിയൂല എന്നാണ് നമ്മൾ വാദം. അതാണ് ലോകത്തിന്റെ ബോധം. നിങ്ങൾ സമ്മതിക്കുവോ? ഗ്രോക്കിനോട് ചോദിച്ചു നോക്കിയും, അറേബ്യയിലെ ഗോത്രകാലത്തെ ഇത്തരം നിയമങ്ങൾ എല്ലാ കാലത്തേക്കുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാവുന്ന ഉത്തമ മാതൃകയായി പരിഗണിക്കാവതാണോ? നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഗ്രോക്കിനോട് ചോദിച്ചു നോക്കിയും ഗ്രോക്കിന് ഒരു സംശയം ഉണ്ടാവില്ല, ഒരിക്കലും അല്ല എന്ന് പറയും. മാത്രമല്ല ആധുനിക മൂല്യങ്ങളുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ മഹാ അബദ്ധമാണെന്നും മനുഷ്യത്വ വിരുദ്ധമാണ് എന്നും ഗ്രോക്ക് നമുക്ക് പറഞ്ഞുതരും. അതുകൊണ്ട് ബാസിലെ നമുക്ക് കൺക്ലൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് മദീന കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സൈൻ ചെയ്തിട്ടുള്ള ഗോത്രങ്ങൾ ഇവിടെ ബാസിലിന് നാളെ ഉരുളാനുള്ള കണ്ടം റെഡിയാക്കി വെക്കണ്ട, ശ്രദ്ധിച്ചോളി. കാരണം ഇവിടെ കരാർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഗ്രോക്ക് പറഞ്ഞു മദീന കരാറാണ്, അതിൽ 3 ഗോത്രങ്ങളുടെ പേരുണ്ട്. അതേപോലെ തന്നെ ഈ കരാറിൽ ബനൂ ഖുറൈള ഉൾപ്പെട്ടിരുന്നു എന്ന് പിന്നീട് എടുത്തു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാസിലിന് ഒരു തൃപ്തിക്കുറവ്, അതുകൊണ്ട് ബാസിൽ നാളെ ഇറങ്ങി ഓടാനുള്ള കണ്ടത്തിലേക്കുള്ള വഴി അന്ന് വെട്ടിവെക്കുകയാണ്. എന്താണ് സംഭവം? അതായത് മദീന കരാറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഗ്രോക്ക് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വേറെയും കരാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ എന്താണ് വേറെ കരാർ? ഓക്കെ, ബാസിൽ പറയട്ടെ. മാത്രമല്ല ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മദീന കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സൈൻ ചെയ്തിട്ടുള്ള ഗോത്രങ്ങൾ അവരുടെ ഉപഗോത്രങ്ങളായിട്ടാണ് ബനൂ ഖുറൈളയും മറ്റു കാര്യങ്ങളും വരുന്നത്. അത് നമുക്ക് മദീന അതാ ഗ്രോക്കിനെ തള്ളി അവരുടെ ഉപഗോത്രങ്ങളുമായിട്ട് ആണ് എഴുതിയിട്ടുള്ളത്. ബനൂ ഖുറൈള അവിടെ ഡയറക്റ്റ് ഇല്ല എന്ന് ഇപ്പൊ അബ്ദുള്ള ബാസിൽ പറയാണ്. ഗ്രോക്കിനെ തള്ളി അബ്ദുള്ള ബാസിൽ. ഇതിപ്പോ ഒരു TV ആണെങ്കിൽ ഇപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് പോയി. ഗ്രോക്കിനെ തള്ളി അബ്ദുള്ള ബാസിൽ. ഏറ്റിക്കൊണ്ടുവന്ന ഗ്രോക്ക് റളിയല്ലാഹു അൻഹുവിന്റെ കാല് വാരി നിലത്തടിച്ചില്ലേ പൊന്നാര ബാസിലേജ്? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അന്ന ഇക്കോലത്തിൽ ഇവിടെ കൊണ്ട് നിർത്തിയത് ഗ്രോക്കല്ല. എന്താ ഗ്രോക്കിനെ കാല് വാരിയ? ഗ്രോക്ക് പറഞ്ഞു ബനൂ ഖുറൈളയിൽ അവരുടെ പേരുണ്ട്, നമ്മുടെ കരാറിൽ പേരുണ്ട്, ഈ കരാറിൽ അവർ ഭാഗമാണ്. ഇപ്പൊ ബാസിൽ പറഞ്ഞത് ഇൻഡയറക്റ്റ് ആണ്. അതെന്താ ഗ്രോക്കിന് അറിയില്ലേ? എന്താ ബാസിലേത്? ഹദീസ് തള്ളണ പോലെ ഗ്രോക്കിന് തള്ളി ഞങ്ങൾ തുടക്കത്ത് പറഞ്ഞു. നിങ്ങൾ സഹീഹ് ബുഖാരിന്റെ ഹദീസിനെ പകുതിക്ക് തള്ളുന്ന പോലെ ഗ്രോക്കിനെ ഇനി വഴിയിലിട്ട് പോകരുത്. നിങ്ങൾ എല്ലാവരോടും ചെയ്യുന്നത് ഇതാണ്. വലിയ സംഭവമായിട്ട് നിങ്ങൾ ഇബ്നു അബ്ബാസിനെ എടുത്തോണ്ട് വരും, അല്ലെങ്കിൽ ഇബ്നു കസീറിനെ എടുത്തോണ്ട് വരും. വേറെ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ഇബ്നു അബ്ബാസോ ഏത് ഇബ്നു അബ്ബാസ് ആളാള്? ചില ആൾക്കാരോട് എന്തെങ്കിലും പറയുമ്പോൾ പറയും തബരിയുടെ ഇംഗ്ലീഷ് പ്രൈമറി സോഴ്സ് അറിയും. വേറൊരു കഥ എടുത്തിട്ട് നമ്മൾ തബരി എന്ന് പറഞ്ഞാൽ തബരി ഒന്നും ഇസ്ലാമിൽ ആധികാരിക രേഖയല്ലാതെ. ഇതേ അവസ്ഥ, ഇതേ ദുരവസ്ഥ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്ക് ഗ്രോക്കിനെ തള്ളി കളഞ്ഞില്ലേ പൊന്നാര ബാസിലെ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ ബാസിലെ? ഗ്രോക്കിന് എന്തോരം വിഷമുണ്ടാവും ബാസിലെ? മനസ്സിലാക്കും ബാസിലെ. ഞാൻ കരാറുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അത് കൂടാതെ പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് കരാർ പുതുക്കിയതായിട്ട് അടക്കം നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോകളിലൊക്കെ അത് പ്രത്യേകം ഹദീസുകൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഗ്രോക്കിന്റെ ഇൻഫർമേഷൻസിൽ അത് കൂടുതൽ വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഹദീസുകൾ അടക്കം നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലുള്ളത് റെഫർ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഗ്രോക്കിന് ഒരു ക്ലാസ് എടുത്തിറക്കി. ഗ്രോക്കിന് കൃത്യമായിട്ട് അറിയില്ല, മനസ്സിലായോ? അതായത് ഈ മദീന ചാപ്റ്ററിൽ ഇവർ നേരിട്ടല്ല, മദീന ചാപ്റ്റർ അല്ലാതെ വേറെ കരാറുകളിൽ പ്രത്യേകമായിട്ട് മുഹമ്മദ് നബി അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഗ്രോക്കിന്റെ വിശദീകരണത്തിൽ വന്നിട്ടില്ല. ഗ്രോക്കിന്റെ വിശദീകരണത്തിൽ ആകെ വന്നത്, ഗ്രോക്ക് ഒരു ബയാസും ഇല്ലാത്ത എല്ലാ വിശദാംശങ്ങളും കയ്യിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഗ്രോക്ക് പറഞ്ഞതനുസരിച്ചിട്ട് ഇത് ഏതാണ് കരാർ എന്ന് വെച്ചാൽ മദീന കരാറാണ്. പൊന്നാര ഗ്രോക്ക്, ഇത് മദീന കരാറാണ് എന്ന് പറഞ്ഞ് ഇവിടെ മെഴുകുകയും ഓടി മറയുകയും ഉരുണ്ട് പറയുകയും ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ താഴികൾ ഇത് മദീന കരാർ അല്ല എന്ന് സമ്മതിച്ചത് ഒരു 3-4 കൊല്ലം മുമ്പ്. ഗ്രോക്കിന് ഇത് വല്ലതും അറിയാം? ഇവിടെ ക്ലബ് ഹൗസിൽ നടന്ന വല്ല കോലാഹലം അറിയുന്ന ആളാണ് ഗ്രോക്ക്. മദീന ചാർട്ടർ ആണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിച്ചു വന്നവർ
പിന്നീട് മദീന കരാർ അല്ല എന്ന് പറഞ്ഞു. അത് മദീന കരാർ അല്ല, മദീന കരാർ ആണ് എന്ന് പറഞ്ഞവർ തന്നെ മദീന കരാർ അല്ല എന്ന് പറഞ്ഞത് ക്ലബ് ഹൗസിൽ ആ ചർച്ചയിൽ ഞാൻ ഉമ്മർ ഭായി ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ഉമ്മർ ഭായി ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. ഉമ്മർ ഭായി ആ ഓർമ്മ നിങ്ങൾ ഒരു 2 വരിയിൽ കമന്റ് ബോക്സിൽ എഴുതണം. ഏതാണ് ആ കരാർ എന്ന് ചോദിച്ചതിന് ഇവർ പറഞ്ഞ മറുപടി മദീന കരാർ എന്നായിരുന്നു ആദ്യം. അപ്പോഴാണ് നമ്മൾ മദീന കരാർ എടുക്കാൻ പറഞ്ഞത്. മദീന കരാർ എടുത്തു, വായിപ്പിച്ചു. എവിടെയാണ് ഗോത്രം, എവിടെയാണ് ഈ 3 ഗോത്രങ്ങൾ ആ കരാറിലുള്ളത്? അപ്പൊ പറഞ്ഞു അത് ജൂതഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ പെടും. അപ്പൊ നമ്മൾ വിശദമായിട്ട് ചോദിച്ചു അതെങ്ങനെ പെടും? അതിലുൾപ്പെടുന്ന എല്ലാ ഗോത്രങ്ങളുടെയും പേരുകൾ എണ്ണി പറഞ്ഞ കരാറിൽ പേര് പരാമർശിക്കപ്പെടാത്ത, അതേ സമയത്ത് മദീനയിലെ പ്രബല ഗോത്രങ്ങൾ ഈ കരാറിന്റെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് ഗ്രോക്കേട്ടാ ബാസിലും സംഘവും മദീന കരാർ അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇമ്മാരിപ്പണി ബാസിലിനെ കൊടുത്തല്ലോ. നിങ്ങൾ പറഞ്ഞു, ബാസിലിനോട് പറഞ്ഞു ഇത് ഗ്രോക്ക് മദീന പാക്കാണ്, മദീന പാക്കിൽ ഈ 3 ഗോത്രങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആവർത്തിച്ച് പറയാണ് ബനൂ ഖുറൈള ഈ കരാറിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ബാസിലിന് അക്കടി മനസ്സിലായി. ബാസിൽ പറഞ്ഞു അങ്ങനെയല്ല, ഗ്രോക്കിന് അത്ര വലിയ വിശദാംശങ്ങളില്ല, ഗ്രോക്ക് പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് മദീന കരാറിൽ ഇവരുടെ പേര് ഇവർ ഡയറക്റ്റ് ആയിട്ടല്ല പങ്കെടുത്തത്. എങ്ങനെയുണ്ട്? എന്തായാലും തള്ളി. ഗ്രോക്ക് റളിയല്ലാഹു അൻഹു പറഞ്ഞതൊക്കെ ഇപ്പൊ വെള്ളത്തിൽ വരച്ചതുപോലെയോ ഇട്ട പോലെയൊക്കെ ആയി. പോട്ടെ. ഓൾറെഡി കരാറുണ്ട്, അത് പുതുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ബനൂ നദീർ അത് പുതുക്കാതിരിക്കുകയും ബനൂ ഖുറൈള അത് പുതുക്കുകയും ചെയ്ത ഹദീസൊക്കെ നമ്മൾ ഉദ്ധരിച്ചിരുന്നു. അപ്പൊ ഇതാണ് ബനൂ ഖുറൈളായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പൊ ഏതാണ് കരാർ എന്നുള്ളതിനും സംവാദത്തിൽ ഉത്തരമായിട്ടുണ്ട്. ഏതാണ് കരാർ എന്നുള്ളതിന് സംവാദത്തിൽ ഉത്തരമായിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഗ്രോക്ക് പറഞ്ഞ മദീന കരാറാണ്. രണ്ടാമത്തത് അബ്ദുള്ള ബാസിൽ പറഞ്ഞ അതല്ലാത്ത വേറെയും കരാർ. അപ്പൊ 2 കരാറായിട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര സമയം കൊണ്ട് ഇത് തീരൂല. അതുകൊണ്ട് നമ്മൾ ഇതേ ചോദ്യം അബ്ദുള്ള ബാസിൽ ചോദിച്ച അതേ ചോദ്യം, പിന്നെ അബ്ദുള്ള ബാസിൽ ആ ചോദ്യത്തെ മറികടന്നുകൊണ്ട് അബ്ദുള്ള ബാസിൽ ഇപ്പൊ നടത്തിയിട്ടുള്ള പൊറാട്ട് നാടകം, അതിൽ പെടാതെ നമ്മൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അബ്ദുള്ള ബാസിൽ ചോദിച്ച അതേ ചോദ്യം, ഇതേ ചോദ്യങ്ങൾ ഗ്രോക്കിനോട് എങ്ങനെ ചോദിച്ചാലാണ് ഗ്രോക്ക് നല്ല കുട്ടിയായിട്ടുള്ള സത്യം പറയുക എന്ന് നമുക്കിവിടെ കാണാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനും പറയാനുണ്ട്, പക്ഷെ ഇന്നത്തെ സമയം എത്രത്തോളം ആവും അറിയില്ല. എന്തായാലും കരാറിന്റെ കാര്യം നമ്മൾ ഇന്നൊരു തീരുമാനമാക്കിയിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അപ്പൊ ഇതേ ചോദ്യം ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചു. എന്ത്? അബ്ദുള്ള ബാസിൽ ചോദിച്ച അതേ ചോദ്യം കേട്ടോ. ഗ്രോക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ചെറിയ അക്ഷരത്തെറ്റൊക്കെ പറ്റിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ ഗ്രോക്കിന് മനസ്സിലാവും. അത് ഗ്രോക്ക് കണ്ടറിഞ്ഞതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മഹാമനസ്കത നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ബാസിൽ ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം, അതിലെ പോയിന്റുകൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ് ഉള്ളത്. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഒന്ന് തീർത്തിട്ട് ഇവിടെ വരാം. ഓക്കെ. ഇതേ ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അബ്ദുള്ള ബാസിലിനോട് പറഞ്ഞ പോലെ അല്ല ഗ്രോക്ക് എന്നോട് പറഞ്ഞിട്ടോ. ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു അക്ഷരത്തെറ്റുണ്ട്. കൊള്ളാൻ എന്നാണ് പറഞ്ഞത്. കൊള്ളാൻ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ കൊല്ലാൻ എന്നത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഗ്രോക്കിന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ടു മലയാളം അത് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന എററാണ്. അതൊന്ന് പൊക്കി പിടിച്ചോണ്ട് വരണ്ട. ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണോ ബനൂ ഖുറൈള സംഭവം അതിന് തെളിവല്ലേ എന്ന അബ്ദുള്ള ബാസിലിന്റെ ചോദ്യം അതുപോലെ ആവർത്തിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഗ്രോക്ക് പറയുന്നത് എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നിന്റെ ചോദ്യം മലയാളത്തിലാണ്, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ മറുപടി നൽകാം. ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണോ? നോക്കിക്കോട്ടോ. അല്ല എന്ന് നേരത്തെ ബാസിലിനോട് പറഞ്ഞ ഗ്രോക്കിനോട് പറഞ്ഞപ്പോ സ്വഭാവം മാറി. ഇസ്ലാം ജൂതന്മാരെ കൊല്ലാൻ പറയുന്ന മതമാണോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുക എളുപ്പമല്ല. കാരണം ഇത് ഇസ്ലാമിന്റെ പഠനങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ പ്രധാന ഗ്രന്ഥമായ ഖുർആൻ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഖുർആൻ 5:32 പറയുന്നു, ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ മനുഷ്യരാശിയെ മുഴുവൻ കൊന്നവനെ പോലെയാണ്, ഒരു ജീവനെ രക്ഷിക്കുന്നവൻ മനുഷ്യരാശി മുഴുവൻ രക്ഷിച്ചവനെ പോലെയാണ്, ഇത് ജീവന്റെ മൂല്യത്തെ ഉയർത്തിക്കാട്ടുന്നു എന്ന ഒരു മെഴുകൽ അതിന് അഡീഷണലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് AI മോഡലുകളോട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിലവിലുള്ള ലോകക്രമത്തിനനുസരിച്ചുള്ള ഒരു മറുപടി വരും. പിന്നെ ഇവർ കിട്ടുന്ന ഇൻഫോർമേഷൻസും കിട്ടും. നമ്മൾക്ക് ക്ലാരിറ്റി ഉള്ള ചോദ്യം വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മൾ വെറുതെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് ചെറിയൊരു വിശദീകരണം നമുക്ക് തരും. അത് ആരെയും വേദനിപ്പിക്കാതെ, ആരെയും മുറിപ്പെടുത്താതെ കുറച്ച് നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു മറുപടിയാണ് സാധാരണഗതിയിൽ തരിക. ഇനി നോക്കൂ, പക്ഷേ നീ ഉന്നയിച്ച ബനൂ ഖുറൈള സംഭവം ചരിത്രപരമായ വിവാദ വിഷയമാണ്. ഇത് 7-ാം നൂറ്റാണ്ടിൽ മദീനയിൽ നടന്ന ഒരു സംഭവമാണ്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഇനി നോക്കിക്കോട്ടോ,
നേരത്തെ ബാസിലിനോട് പറഞ്ഞ അതേ ഭാഗം ഇവിടെ ആവർത്തിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. ബനു ഖുറൈള എന്ന ജൂതഗോത്രം മുഹമ്മദ് നബിയുമായുള്ള കരാർ ലംഘിച്ച് ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളുമായി ചേർന്നു എന്നാണ് ആരോപണമാണ്. എന്തായാലും അങ്ങനെ കരാറ് ലംഘിച്ചു എന്നും ശത്രുക്കളൊപ്പം ചേർന്നു എന്നൊക്കെ ഇവിടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ കരാറുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. യുദ്ധത്തിന് ശേഷം അവർക്കെതിരെ വിചാരണ നടന്നു, അവരുടെ നേതാക്കൾക്ക് മരണശിക്ഷ വിധിക്കപ്പെട്ടു. ഇവിടെ നോക്കൂ, ഇവിടെ അവരുടെ നേതാക്കൾക്ക് എന്നാണ് പറയുന്നത്, അത് തെറ്റാണ്. ഈ വിധി നടപ്പാക്കിയത് അന്നത്തെ മദീനയിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വാദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവർ പറയുന്ന ഈ തോറ കഥ അനുസരിച്ച് തന്നെ ശിക്ഷിച്ചു എന്നായിരിക്കാം. എന്നാൽ ഈ സംഭവത്തിന്റെ വ്യാഖ്യാനം വ്യത്യസ്തമാണ്. ചിലർ ഇതിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരായി നടപടിയായി കാണുന്നു, മതപരമായ കാര്യമായിട്ടാണ് ചിലർ കാണുന്നത്. മതപരമായ ലക്ഷ്യത്തിനപ്പുറം രാഷ്ട്രീയ സാഹചര്യമായി വിലയിരുത്തുന്നു. മറ്റു ചിലർ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ വിമർശകർ, ഇതിനെ ജൂതവിരുദ്ധതയുടെ തെളിവായി ചിത്രീകരിക്കാറുണ്ട്. ആധുനിക കാലത്ത് ഈ സംഭവത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ഇപ്പം നേരത്തെ ഗ്രോക്ക് ബാസിലിനെ തള്ളി, ഇപ്പം നേരത്തെ ബാസിൽ ഗ്രോക്കിനെ തള്ളി, ഇപ്പൊ ഗ്രോക്ക് ബാസിലിനെ തള്ളി. ഇനി ചുരുക്കത്തിൽ ഇസ്ലാം എന്ന മതം ജൂതരെ കൊല്ലാൻ പറയുന്നില്ല എന്നാണ് മുഖ്യധാര ഇസ്ലാമിക പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുന്നു. ഇസ്ലാം മതം ജൂതന്മാരെ എല്ലാവരും കൊല്ലാൻ പറയുന്ന മതമാണ് എന്ന് എനിക്കും വാദമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഇത് 2-3 പീസ് ക്ലിപ്പ് ചെയ്തെടുത്തിട്ട് ബാസിലെ എന്റെ സ്ഥിരം പരിപാടിയായിട്ട് വരണം കേട്ടോ. മുതലേ ബനു ഖുറൈള സംഭവം ഒരു ചരിത്ര സന്ദർഭത്തിൽ നടന്നതാണ്. അത് മതത്തിന്റെ പൊതു നിയമമായി കണക്കാക്കുന്നില്ല. നിനക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചിക്കണമെങ്കിൽ ഞാൻ വിശദമായി വിവരിക്കാം. നല്ല കുട്ടിയായിട്ട് എന്നോടും ബാസിലിനോട് പറഞ്ഞതിന്റെ ഏകദേശ രൂപം പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ നിഷ്പക്ഷമതിയായി, വളരെ നിസാരമായി, വളരെ ലളിതമായിട്ട് എനിക്കൊന്നും അറിയാത്തതുപോലെ ബനു ഖുറൈള സംഭവം ഒന്ന് വിവരിക്കാമോ എന്ന് ഗ്രോക്കിനോട് ചോദിക്കുന്നു. ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചു, എന്താണ് ബനു ഖുറൈള സംഭവം? പക്ഷപാതമില്ലാതെ, മാനവികത മുൻനിർത്തി, തെളിവുകളുടെ പിൻബലത്തിൽ മാത്രം വിശദീകരിക്കാമോ? ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ലളിതമായ ആ ചോദ്യത്തിന് എങ്ങനെയാണ് ബനു ഖുറൈള സംഭവം എന്നതിന് കൃത്യമായ ഉത്തരം തരാൻ ഇവിടെ ശ്രമിക്കുകയാണ്. ബനു ഖുറൈള സംഭവം എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സീറത്ത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഇത് 7-ാം നൂറ്റാണ്ടിൽ മദീനയിൽ നടന്നതാണ്. ഖന്തഖ് യുദ്ധവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇത് പക്ഷപാതമില്ലാതെ, മാനവികതയെ മുൻനിർത്തി, പ്രാഥമിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശദീകരിക്കും. ഇത് പറഞ്ഞിട്ട് ഗ്രോക്ക് അബ്ദുള്ള അബ്ബാസിനോട് പറഞ്ഞ പോലെ എന്നോട് പറയാണ്, ബനു ഖുറൈള മദീനയിലെ 3 ഗോത്രങ്ങളിൽ ഒന്നായിരുന്നു. മറ്റുള്ളവർ ബനു കൈനുക്കാവ്, ബനു നളീർ, രണ്ടാള്. മുഹമ്മദ് നബി മദീന എത്തിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ, ജൂതഗോത്രങ്ങൾ, മറ്റു സമുദായങ്ങൾ എന്നിവർ തമ്മിൽ ഉടമ്പടി, മദീന ഭരണഘടന എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ടത് ഉണ്ടായി. ഉടമ്പടി പ്രകാരം മദീനത്തെ ബാഹ്യാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമായിരുന്നു. ഖന്തഖ് യുദ്ധത്തിൽ മക്കയിലെ ഖുറൈശികളും അവരുടെ സഖ്യകക്ഷികളും മദീന ആക്രമിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് ബനു ഖുറൈളയുടെ പങ്ക് വിവാദമായി പറയുന്നു. ചില ചരിത്രരേഖകൾ പറയുന്നത് ബനു ഖുറൈള ഈ ഉടമ്പടി ലംഘിച്ച് ഖുറൈശികളുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്നാണ്. എന്നാൽ നോക്കൂ, അബ്ദുള്ള ബാസിലിനോട് പറഞ്ഞ പോലെയല്ല ഗ്രോക്ക് എന്നോട് പറയണത്. അവർ യഥാർത്ഥത്തിൽ ആക്രമണത്തിൽ പങ്കെടുത്തതിന് വ്യക്തമായ തെളിവുകൾ പരിമിതമാണ്. ഇത് ഗ്രോക്കാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. സംഭവങ്ങളുടെ ക്രമം: ഖന്തഖ് യുദ്ധം, മുസ്ലിങ്ങൾ ഒരു കിടങ്ങ് കുഴിച്ച് മദീനയെ സംരക്ഷിച്ചു. ഖുറൈശികളും സഖ്യകക്ഷികളും പരാജയപ്പെട്ട് മടങ്ങി. ആരോപണം: യുദ്ധത്തിനിടെ ബനു ഖുറൈള മുസ്ലിങ്ങൾക്കെതിരെ തിരിയാൻ ശ്രമിച്ചു എന്ന് ആരോപിക്കപ്പെട്ടു. ഹദീസ് ഗ്രന്ഥമായ സഹീഹ് മുസ്ലിമിൽ ഇത് പറയുന്നുണ്ട്. അവർ ഖുറൈശികൾക്ക് സഹായം വാഗ്ദാനം ചെയ്തു എന്നാണ്. പക്ഷേ നടപടിയെടുക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിന് ശേഷം മുസ്ലിം സേന ബനു ഖുറൈളയുടെ കൂട്ടയെ വളഞ്ഞു. ഏകദേശം 25 ദിവസത്തെ ഉപരോധത്തിന് ശേഷം അവർ കീഴടങ്ങി. അവരുടെ വിധി തീരുമാനിക്കാൻ നോക്കൂ, ഇവിടെ എത്തിയപ്പോൾ സഅദ് ബിൻ മുആദ് അത്ര നിഷ്പക്ഷനല്ല എന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം നിഷ്പക്ഷൻ എന്ന് പറയാൻ എന്തോ ഒരു മടിയുള്ളത് പോലെ. സഅദ് ബിൻ മുആദ് എന്ന മദീനക്കാരനെ ഔസ് ഗോത്ര തലവനെ ചുമതലപ്പെടുത്തി. അവൻ വിധിച്ചത് യുദ്ധം ചെയ്യാൻ കഴിവുള്ള പുരുഷന്മാർക്ക് മരണശിക്ഷയും, നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, നേതാക്കൾക്ക് എന്നാണ്. ഇവിടെ പറഞ്ഞു യുദ്ധം ചെയ്യാൻ കഴിയുന്ന പുരുഷന്മാർക്ക് മരണശിക്ഷയും, സ്ത്രീകളും കുട്ടികളും അടിമകളാകണം എന്നുമാണ് നടപ്പാക്കൽ. ചരിത്രകാരന്മാർ ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയത് ഏകദേശം 600 മുതൽ 900 പുരുഷന്മാർ കൊല്ലപ്പെട്ടു എന്നാണ്. സ്ത്രീകളും കുട്ടികളും അടിമകളായി മാറി. അവരിൽ ചിലർ പിന്നീട് മോചിപ്പിക്കപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാനവികത മുൻനിർത്തിയിട്ട് വിശദീകരിക്കാനാണല്ലോ. അപ്പം പറയാണ്, പ്രാഥമിക സ്രോതസ്സുകൾ ഇബ്നു ഇസാഖിന്റെ സീറത്ത് റസൂലുള്ള, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം എന്നിവയാണ് പ്രധാന രേഖകൾ. ഇവ മുസ്ലിം പക്ഷത്തു നിന്നുള്ള വിവരങ്ങളാണ്. എന്നാൽ എതിർപക്ഷത്തിന്റെ രേഖകൾ ലഭ്യമല്ല. ബനു ഖുറൈളയുടെ കുറ്റം: അവർ ശത്രുക്കളുമായി ചേർന്നതിന് വ്യക്തമായ തെളിവ് ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, വ്യക്തമായ തെളിവുണ്ട് എന്നാണ് ഇപ്പൊ ഇവിടെ ക്രോക്ക് പറയുന്നത്. സഹീഹ് ബുഖാരി ഹദീസ് ഉദ്ധരിക്കുന്നു, പക്ഷേ അക്രമം നടത്തിയതിന് തെളിവ് അവ്യക്തമാണ്.
ഇനി ശിക്ഷ. സഅദ് ബിൻ മുആദിന്റെ വിധി അന്നത്തെ യുദ്ധ നിയമങ്ങളുമായി അറേബ്യൻ ആചാരങ്ങൾ ജൂത നിയമ ദ്വിതീയ വിധി പൊരുത്തപ്പെടുന്നതായി ചില പണ്ഡിതന്മാർ വാദിക്കുന്നു. എന്നാൽ ഇത് ആധുനിക മാനവിക മാനദണ്ഡങ്ങളിൽ ക്രൂരമായി തോന്നാം. ഇനി മാനവിക വീക്ഷണം. ആധുനിക കാഴ്ചപ്പാടിൽ നൂറുകണക്കിന് ആളുകളുടെ കൂട്ടക്കൊല ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കപ്പെടും. അന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു യുദ്ധകാല നടപടിയാണ് നടന്നത്. പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് പറയട്ടോ, അന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു യുദ്ധകാല നടപടിയാണ്. പക്ഷേ ഇന്ന് ഇത്തരം ശിക്ഷകൾ ധാർമ്മികമായി സ്വീകാര്യമല്ല. ബനൂ ഖുറൈളയുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിമത്തവും സമാനമായ വിമർശനത്തിന് വിധേയമാണ്. നിഗമനം: ബനൂ ഖുറൈള സംഭവം ഒരു ചരിത്ര സംഭവമാണ്. അത് അന്നത്തെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളിൽ നടന്നു. തെളിവുകൾ അവരുടെ കുറ്റം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ശിക്ഷയുടെ തീവ്രതയും നീതിയുടെ നടപടിക്രമവും ഇന്നത്തെ മാനദണ്ഡങ്ങളിൽ സ്വീകാര്യമല്ല. ഇത് ഇസ്ലാമിന്റെ പൊതു നിയമമല്ല, മറിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നടന്ന നടപടിയാണ്. നിനക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ വിശദമായി വേണമെങ്കിൽ ചോദിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ നിഷ്പക്ഷമായി ഗ്രോക്കിൻ്റെതായ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള സാധ്യതകൾ തുറന്നിട്ടിട്ടാണ് ഒന്നും അറിയാത്തതുപോലെ എന്താണ് ബനൂ ഖുറൈള, എന്താന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. അബ്ദുള്ള അബ്ബാസിനോട് ഗ്രോക്ക് കൊടുത്ത മറുപടി നിങ്ങൾ അവിടെ കേട്ടു. ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ഇവിടെ ആവർത്തിച്ചപ്പോൾ പറഞ്ഞ മറുപടിയുള്ള വ്യത്യാസങ്ങൾ കേട്ടു. അതിനുശേഷം നിഷ്പക്ഷമായിട്ട് ബനൂ ഖുറൈള വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ ഗ്രോക്ക് വിശദീകരിച്ചത് നിങ്ങൾ കണ്ടു. എന്നാൽ ഇനിയാണ് എന്റെ ചോദ്യം, ഇനിയാണ് എക്സ് മുസ്ലിമിന്റെ ചോദ്യം. അബ്ദുള്ള അബ്ബാസിലെ നിങ്ങൾ ചോദിച്ചത് എക്സ് മുസ്ലിമിന്റെ ചോദ്യമല്ല. ന്യായീകരിച്ച് തളർന്ന് അവശനായ ഒരു ഗതികെട്ട ദാഴിയുടെ എന്താ പറയാ നിരാശ്രയനായിട്ടുള്ള ഒരു ദാഴിയുടെ ദൈന്യത നിറഞ്ഞ ചോദ്യമാണ് നിങ്ങൾ ഗ്രോക്കിനോട് കൊടുത്തത്. എക്സ് മുസ്ലിമിന്റെ ചോദ്യം എങ്ങനെയിരിക്കും? എക്സ് മുസ്ലിം ചോദ്യം ചോദിച്ചാൽ എങ്ങനെയിരിക്കും? അക്ഷരത്തെറ്റുകളിലേക്ക് നോക്കേണ്ടത് ഗ്രോക്ക് കൈകാര്യം ചെയ്തോളും. പക്ഷേ ചോദ്യങ്ങൾ ഇതാ നോക്കിക്കോളൂ. വ്യക്തമായ മുൻവിധിയും പക്ഷപാതവും ഈ മറുപടിയിൽ കാണുന്നു. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളരുകയും പിന്നീട് സമഗ്രമായ ഇസ്ലാം പഠനത്തിലൂടെ അത് കാലഹരണപ്പെട്ട ഒരു ഗോത്ര നിയമ സംഹിതയാണ് എന്നും മനുഷ്യർ എന്ന പരികൽപ്പനകൾക്കപ്പുറം ഉമ്മത്ത് അഥവാ മുസ്ലിം സമുദായം എന്ന ഗോത്രചിന്തയിൽ അധിഷ്ഠിതമാണ് എന്നും. 2 പോയിന്റ്. 3ാമത്തെ പോയിന്റ്: മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും വിശ്വാസ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അനുവദിക്കാത്ത മതനിയമങ്ങളും അസഹിഷ്ണുതയും അക്രമവും മുഹമ്മദിന്റെ കാലം മുതലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളിലും മതനിയമങ്ങളിലും പ്രകടമായി നിലനിൽക്കുന്നതിനാലും കാലികമായ പരിഷ്കരണങ്ങളെ തടയുമാറ് മുഹമ്മദിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം ഖുർആനിന്റെ അധ്യാപനങ്ങളും മാറ്റമില്ലാതെ തുടരേണ്ട നിയമസംഹിതയാണെന്നും എക്കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഉത്തമ വ്യവസ്ഥിതിയാണെന്നും മുഹമ്മദിന്റെ ജീവിതം സമ്പൂർണമായും ഏറ്റവും മികച്ച മാതൃകയാണെന്നും അവകാശപ്പെടുകയും അതനുസരിച്ച് മനുഷ്യ സമൂഹം പൊതുവിൽ ആർജിക്കുന്ന മാനവികവും ജനാധിപത്യപരമായ ധാർമ്മികതകളെ തള്ളിക്കളയാനും മുസ്ലിം സമൂഹത്തെ മുഹമ്മദിന്റെ കാലത്തെ ഗോത്ര വ്യവസ്ഥയിൽ തളച്ചിടാനും മുസ്ലിങ്ങളല്ലാത്തവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തേണ്ടതിന് പരിശ്രമം ചെയ്യൽ മതപരമായ വ്യക്തിബാധ്യതയായി പഠിപ്പിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സലഫി ബ്രാക്കറ്റിൽ വഹാബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുജാഹിദ് അബ്ദുള്ള അബ്ബാസിലിന്റെ സംഘവും എം എം അക്ബറിന്റെ സംഘവും ഉൾപ്പെടുന്ന ആഗോള വഹാബി ദഅവ പ്രവർത്തകരുടെ ആശയധാരയുടെ അപകടം തിരിച്ചറിഞ്ഞും മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് പഠിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മതം ഉപേക്ഷിക്കുകയും മാനവികത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ചും ഗ്രോക്ക് പറഞ്ഞ മറുപടികളിൽ കൃത്യമായ പക്ഷപാതിത്വവും മുൻവിധിയും ഉണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഞാൻ ഉദാഹരണ സഹിതം ഗ്രോക്കിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളിൽ ഗ്രോക്ക് പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ്. 1. മുഹമ്മദ് നബി മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ, ജൂതഗോത്രങ്ങൾ, മറ്റു സമുദായങ്ങൾ എന്നിവർ തമ്മിൽ ഒരു ഉടമ്പടി, മദീന ഭരണഘടന എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ടത് ഉണ്ടായിരുന്നു എന്ന ഗ്രോക്കിന്റെ ആ ഒരു കോട്ടിംഗ് ഞാൻ ഇവിടെ എടുത്തുദ്ധരിച്ച് ചോദിച്ചു. അബ്ദുള്ള അബ്ബാസിലെ നിന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ ഗ്രോക്കിനോട് വീണ്ടും ചോദിക്കുകയാണ്. ഏതാണ് ആ കരാറ്? ഊഹാപോഹങ്ങളും നിഗമനങ്ങളുമല്ല, വ്യക്തമായ തെളിവ് സഹിതം പറയാമോ? ഇതാണ് എന്റെ 1ാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉപചോദ്യമായി ചില കാര്യങ്ങൾ കൂടി സൂചന കൊടുത്തു. ആ കരാർ മദീന ഉടമ്പടി ആണോ? മദീന ഉടമ്പടി ആണ് എന്നാണ് അബ്ദുള്ള അബ്ബാസിലിനോട് ഗ്രോക്ക് പറഞ്ഞത്. ഗ്രോക്ക് പറഞ്ഞു, അബ്ദുള്ള അബ്ബാസിൽ തള്ളി, അതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു ചോദിക്കുന്നു, ഏതാണ് ആ കരാർ? ആ കരാർ മദീന ഉടമ്പടി ആണോ? ആണെങ്കിൽ അതിലെ മദീനയിലെ പ്രബല ജൂതഗോത്രങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ? സൂചനകൾ 1, 2. ഉടമ്പടിയുടെ പൂർണ്ണരൂപം ലഭ്യമായ ഒരു പുസ്തകത്തിലും അങ്ങനെ കാണുന്നില്ല. എന്നാൽ കരാറിന്റെ ഭാഗമായ ജൂതഗോത്രങ്ങളുടെ പേരുകളെല്ലാം പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടും ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇവരുടെ പേരില്ല? മുഹമ്മദ് ഹമീദുള്ളയുടെ ദൈവദൂതനായ മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ മദീന ഉടമ്പടിയിൽ ബനൂ ഖുറൈള ഉൾപ്പെടെയുള്ള ഗോത്രങ്ങളുടെ പേരുകൾ പരാമർശിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറയുകയും പ്രസ്തുത ഗോത്രങ്ങളുടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന കരാറിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല എന്നതാണ് വിശ്വാസികളെ കുഴക്കുന്ന പ്രശ്നം എന്നും എഴുതിയിട്ടില്ലേ? എന്റെ ചോദ്യങ്ങളാണ്. 2ാമത്തെ ചോദ്യം: ഇനി മറ്റൊരു കരാറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കരാർ ഏതാണ്? മദീന കരാർ ആണെങ്കിൽ ഈ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇനി അല്ല, മദീന കരാർ അല്ല എങ്കിൽ വേറെ ഒരു കരാറാണ്. ഇപ്പൊ ബാസില് ഗ്രോക്കിനെ തള്ളി പറഞ്ഞതുപോലെ പിന്നെ വേറെ ഒരു കരാറാണെങ്കിൽ അത് ഏത് കരാറാണ് എന്ന്
കരാർ ഏതാണെന്നും, ഉപചോദ്യങ്ങൾ കേട്ടോ, കരാർ ഏതാണെന്നും അതിലെ വ്യവസ്ഥകൾ എന്താണെന്നും അറിയാതെ എങ്ങനെയാണ് കുറ്റം ആരോപിക്കാനോ ശിക്ഷ വിധിക്കാനോ കഴിയുക? എന്റെ ചോദ്യം 1. ചോദ്യം 2, ബനൂ ഖുറൈള കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നവർക്ക് ആ കരാർ ഏതാണെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കാനുള്ള ബാധ്യതയില്ലേ? ഇതായിരുന്നു എന്റെ ചോദ്യങ്ങൾ. എന്റെ ചോദ്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ചോദ്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ. അത് കഴിഞ്ഞിട്ട് ഗ്രോക്ക് അതിന് പറയുന്ന മറുപടികൾ ബാസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഗ്രോക്ക് ഇപ്പൊ പറയുന്നത്? ഗ്രോക്കിന്റെ സ്വഭാവം മാറുന്നുണ്ടോ? നിന്റെ ചോദ്യങ്ങളും വാദങ്ങളും വളരെ ചിന്തനീയവും ആഴത്തിലുള്ളതുമാണ്. നിന്റെ പശ്ചാത്തലവും, അതായത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമിനെ പഠിച്ച് മാനവികതയുടെ അടിസ്ഥാനത്തിൽ മതം ഉപേക്ഷിച്ച് എന്ന എൻ്റെ പശ്ചാത്തലവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ നിന്റെ ആവശ്യപ്രകാരം, അതായത് നിന്റെ ആവശ്യപ്രകാരം പക്ഷപാതമില്ലാതെ, അപ്പൊ ആരുടെ ആവശ്യപ്രകാരം ഗ്രോക്ക് ഉത്തരം തരും? ബാസിലെ ഗതികെട്ടാതെ അലയുന്ന കരാർ ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഉത്തരമില്ലാതെ മെനയുന്ന ഒരാള് ഗതികേടിന്റെ ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാനുള്ള മറുപടി പറയും. ഇങ്ങനെ സമഗ്രമായി നമ്മൾ ശക്തമായി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മാനവികയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്കുള്ള മറുപടി ഗ്രോക്ക് വേറെ തരും. ആരാണ് ഈ കബളിപ്പിക്കുന്നത്? ആരെ പറ്റിക്കാൻ ഞങ്ങൾ നോക്കുന്നത്? നോക്ക്, മദീനയിലെ ഉടമ്പടി ഏതാണ്? മുഹമ്മദ് നബി മദീനയിൽ എത്തിയ ശേഷം അവിടുത്തെ വിവിധ സമുദായങ്ങൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഈ കരാർ മദീന പാക്ട് എന്ന പേരിൽ പിൽക്കാലത്ത് നൽകപ്പെട്ട ഒന്നാണ്. ഇതിന്റെ പ്രാഥമിക രേഖ ഇബ്നു ഇസ്ഹാഖിന്റെ സീറത്ത് റസൂലുള്ളാഹി എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. ഇതൊരു രേഖയായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ചരിത്രകാരന്മാർ ഇതിനെ ഒരു യഥാർത്ഥ സംഭവമായി അംഗീകരിക്കുന്നു. കാരണം ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഒന്നിലധികം സ്രോതസ്സുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ഇവിടെ മദീനയിൽ എത്തിയിട്ട് ബനൂ ഖുറൈളുമായിട്ടുള്ള ഉടമ്പടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉരുണ്ട് കളിക്കാം. പക്ഷേ എന്റെ ചോദ്യം അപ്പുറത്ത് വീണ്ടും ഉണ്ട്. അതുകൊണ്ട് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇത് മദീന ഉടമ്പടി തന്നെയാണോ? ജൂതഗോത്രങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ? തെളിവ് ഇബ്നു ഹിശാമിന്റെ സീറ ആധുനിക പതിപ്പുകളിൽ ഈ ഉടമ്പടിയുടെ ഉള്ളടക്കം വിവരിക്കുന്നുണ്ട്. അതിൽ മദീനയിലെ മുസ്ലിങ്ങൾ, മുഹാജിറുകൾ, അൻസാറുകൾ, ജൂതഗോത്രങ്ങൾ, മറ്റു അറബ് ഗോത്രങ്ങൾ എന്നിവ തമ്മിലുള്ള സഖ്യം രൂപീകരിച്ചതായി പറയുന്നു. ഈ രേഖയിൽ ജൂതന്മാർക്ക് അവരുടെ സ്വാതന്ത്ര്യവും സ്വത്തവകാശവും ഉറപ്പാക്കുന്ന വ്യവസ്ഥകളുണ്ട്. ഉദാഹരണം, ജൂതന്മാർക്ക് അവരുടെ മതവും മുസ്ലിങ്ങൾക്ക് അവരുടെ മതവും. ഇപ്പോഴും ബനൂ ഖുറൈള ഉണ്ട് എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ ഗ്രോക്കിന് പറ്റുന്നില്ല. ജൂതഗോത്രങ്ങളുടെ പേര് ശ്രദ്ധിച്ച് കേട്ടോട്ടോ. നേരത്തെ മദീന പാക്ട് ആണെന്നും അതിൽ ഈ 3 ഗോത്രങ്ങളുടെ പേരുണ്ടെന്നും ഇവർ ഈ പാക്ടിന്റെ ഭാഗമാണ് എന്നും ആധികാരികമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ അതേ ഗ്രോക്കിനോട് പറഞ്ഞു നോക്കൂ ജൂതഗോത്രങ്ങളുടെ പേര്. എന്നാൽ ഈ ഉടമ്പടിയിൽ, അതായത് മദീന പാക്ടിൽ ബനൂ ഖുറൈള, ബനൂ നളീർ, ബനൂ ഖനുഖ എന്നീ പ്രധാന ജൂതഗോത്രങ്ങളുടെ പേര് നേരിട്ട് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നത് ശരിയാണ്. പകരം മദീനയിലെ ജൂതന്മാർ, അതായത് ബിൻ ഔഫ്, ബനി നജ്ജാർ തുടങ്ങിയ ഉപവിഭാഗങ്ങൾ എന്ന പൊതുവായ പരാമർശമാണുള്ളത്. ചില പണ്ഡിതന്മാർ, ഉദാഹരണം മുഹമ്മദ് ഹമീദുള്ള, വാദിക്കുന്നത് ഇത് പൊതുവായ പരാമർശം പ്രധാന ഗോത്രങ്ങളെ ഉൾപ്പെടുത്തുന്നതുണ്ടാകാം എന്നാണ്. നിഗമനമാണ്, പക്ഷേ ഇതിന് വ്യക്തമായ രേഖാപരമായ തെളിവ് ലഭ്യമല്ല. മദീന പാക്ടിൽ ഈ ജൂതഗോത്രങ്ങൾ, ബനൂ ഖുറൈള ഉൾപ്പെടെയുള്ള ജൂതഗോത്രങ്ങളുടെ പേരുകളുണ്ട് എന്നോ ഈ മദീന പാക്ടിന്റെ ഭാഗമായിട്ട് ഇവർ അതിന്റെ ഭാഗമായിരുന്നു എന്നതിനോ വ്യക്തമായ രേഖാപരമായ തെളിവില്ല എന്ന് ഞാനല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഗ്രോക്ക് റളിയല്ലാഹു അൻഹു പ്രവാചകനെ തള്ളി. മുഹമ്മദ് ഹമീദുള്ളയുടെ നിരീക്ഷണത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചതിനുള്ള പ്രതികരണം, നിന്റെ പരാമർശം ശരിയാണ്. ഹമീദുള്ള തന്റെ ദൈവദൂതനായ മുഹമ്മദ് എന്ന പുസ്തകത്തിൽ ഈ ഉടമ്പടിയുടെ ഉള്ളടക്കം വിശദീകരിക്കുമ്പോൾ ബനൂ ഖുറൈള പോലുള്ള ഗോത്രങ്ങളുടെ പേര് പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തതയില്ലായ്മ ഉണ്ടെന്നും ഇത് ചരിത്രകാരന്മാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. പൊന്നാരന്റെ ബാസിലെ പെട്ടല്ലോ. ബാസിലെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഗ്രോക്കിനാണ് തള്ളിയാലോ? ഇന്ന് തന്നെ തള്ളാം നമുക്ക്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ബനൂ ഖുറൈള പോലുള്ളവരുടെ പേരുകളില്ല എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ മണി പോലെ ഗ്രോക്ക് ഉത്തരം പറയും. ഗ്രോക്ക് ഉരുളാനൊക്കെ ശ്രമിക്കും. നമ്മൾ ചോദ്യം ചോദിക്കേണ്ട പോലെ ചോദിക്കണം. പള്ളിക്കത്തെ ഉസ്താദിനോട് പഠിക്കുന്ന കുട്ടി ചോദ്യം ചോദിക്കുന്ന പോലെ അല്ല ഗ്രോക്കിനോട് ചോദ്യം ചോദിക്കേണ്ടത്. എക്സ് മുസ്ലിമിനോട് ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ ഗ്രോക്ക് സത്യസന്ധമായി പറയും, സത്യം പറഞ്ഞു. ഗ്രോക്കല്ല, ഏത് കോർക്കും AI ആണോ മറുപടി പറയും. മറ്റൊരു കരാറാണോ ഉദ്ദേശിച്ചത്? ഇപ്പം നേരത്തെ ഗ്രോക്ക് ബാസിലിന്റെ വീഡിയോയിൽ പറഞ്ഞ വാദം ഇവിടെ ഗ്രോക്ക് തള്ളി. ബാസില് ഗ്രോക്കിനെ തള്ളിക്കൊണ്ട് പറഞ്ഞൊരു വാദമുണ്ട്, വേറെയും കരാറുകളുണ്ട് എന്ന്. അതിനെക്കുറിച്ചുള്ള ചോദ്യം ഇവിടെ ഗ്രോക്ക് ബാസിലിനെയും തള്ളുന്നു. നിങ്ങൾ കണ്ടോളി. മറ്റൊരു കരാറാണോ ഉദ്ദേശിക്കുന്നത്? തെളിവ്, ബനൂ ഖുറൈളയുമായി മുഹമ്മദ് നബി പ്രത്യേകമായ ഒരു വ്യവസ്ഥ കരാർ ഉണ്ടാക്കിയതിന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തെളിവില്ല. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഗ്രോക്കാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നോളി. സീറത്ത് റസൂലുള്ളാഹ്, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം എന്നിവയിൽ മദീന ഉടമ്പടി മാത്രമാണ് പരാമർശിക്കപ്പെടുന്നത്. ബനൂ ഖുറൈളയുമായി ഒരു പ്രത്യേക ഉടമ്പടി ഉണ്ടായിരുന്നു എങ്കിൽ അത്
ഖന്തഖ് യുദ്ധത്തിന് മുമ്പ് ലംഘിക്കപ്പെട്ടതിന്റെ വ്യക്തമായ രേഖ ലഭ്യമല്ല. എന്തല്ല? ലഭ്യമല്ല. നിന്റെ ചോദ്യം, നീ എന്റെ ചോദ്യങ്ങളോടുള്ള പ്രതികരണം കേട്ടോ, ചോദ്യങ്ങൾ മുഴുവൻ വിഴുങ്ങി. ഈ ചോദ്യങ്ങളോടുള്ള മറുപടി കിട്ടാത്തതിൽ ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കുകയും അതിന് മറുപടി വാങ്ങുകയും ചെയ്യും. അത് ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നും ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി ഗ്രോക്ക് തരുമോ ഇല്ലയോ നമുക്ക് നോക്കണം. ഇനി നിന്റെ ചോദ്യം, കരാർ ഏതാണെന്നും അതിലെ വ്യവസ്ഥകൾ ഏതാണെന്നും അറിയാതെ എങ്ങനെയാണ് കുറ്റം ആരോപിക്കാനോ ശിക്ഷ വിധിക്കാനോ കഴിയുക? ഈ ചോദ്യത്തിനോടുള്ള ഗ്രോക്കിന്റെ പ്രതികരണം ശ്രദ്ധിച്ചു കേട്ടോളിയും. ഇത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് സഹീഹ് മുസ്ലിം പറയുന്നത് ബനു ഖുറൈള ഖുറൈശികളുമായി രഹസ്യ ചർച്ച നടത്തി എന്നാണ്. പക്ഷേ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏത് കരാർ ലംഘിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖാപരമായ തെളിവ് പരിമിതമാണ്. പരിമിതമാണ് എന്നൊക്കെ ഒരു ഓളത്തിൽ പറയണതാണ്. ഇല്ല, തെളിവില്ല. ഏതാണ് ആ കരാർ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. ഗ്രോക്ക് മദീന പാക്ട് ആണെന്ന് അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു മദീന പാക്ട് അല്ല. അബ്ദുള്ള ബാസിൽ പറഞ്ഞു മദീന പാക്ടിൽ ഡയറക്റ്റ് ആയിട്ട് അവരില്ല, വേറെയും കരാറുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഏതാണ് ആ കരാർ? ഇവിടെ ഗ്രോക്ക് പറയുന്നു വേറെ കരാറുകൾ എന്നുള്ളത് അതിന് ചരിത്രപരമായ തെളിവില്ല. നിങ്ങൾ രണ്ടാളും കൂടി ഒരു തീരുമാനത്തിലെത്തി. നിങ്ങളും ബാസിലും ഗ്രോക്കും കൂടി ഒരു റൂമിൽ എടുത്തിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് വേണമെങ്കിൽ അതിന്റെ ഹോട്ടൽ ചാർജ് ഞാൻ കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു AC റൂമിൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തിട്ട് കുത്തിർന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി ഒരു തീരുമാനമാക്കിയിട്ട് വരും. മദീന പാക്ട് ആണോ അതോ വേറെ കരാറാണോ? എന്റെ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. ബാസിലിനോട് ഞാൻ ചോദിക്കണം, ആർജവമുണ്ടെങ്കിൽ അബ്ദുള്ള ബാസിലെ തെളിവ് കാണിക്ക്. ഏതാണ് ആ കരാർ? ആ കരാറിന്റെ വ്യവസ്ഥകൾ എന്തായിരുന്നു? ആ കരാറിൽ എന്ത് വ്യവസ്ഥയാണ് അവർ ലംഘിച്ചത്? ആരാണ് കരാറിൽ ഒപ്പുവെച്ചത്? ആ കരാറിൽ വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് എന്ത് നടപടിയാണ് പറഞ്ഞിട്ടുള്ളത്? കൊണ്ടുവാ ബാസിലെ. ഏതാണ് ആ കരാറ്? ഏതാണ് ആ കരാറ്? ഇനി ചോദിക്കും ഏതാണ് കരാർ? കരാർ ഉണ്ട് എന്ന് പറയുന്നവർ ചോദിക്കും, ഏതാണെന്ന് പറയുന്നവർ ചോദിക്കും. ഇനി കരാർ ഉള്ളത് കൊണ്ട് ഇത് കൂട്ടക്കൊല അല്ലാതാകുമോ? ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ച് ഗ്രോക്കിന് എന്താ പറയാനുള്ളത്? അത് പറയേണ്ടത് ഞാൻ ചോദിക്കാതെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല. ഈ കരാർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് കൂട്ടക്കൊലയല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷെ ഗ്രോക്ക് സ്വന്തം നിലക്ക് പറഞ്ഞിട്ടാണ്. എന്താണ് ബനു ഖുറൈള സംഭവം? കരാറിന്റെ ലംഘനവും ആരോപണം. ഇബ്നു ഹിഷാം പറയുന്നത് ഖന്തഖ് യുദ്ധവേളയിൽ ബനു ഖുറൈള ഖുറൈശി നേതാവ് അബൂ സുഫിയാനുമായി ചർച്ച നടത്തി മുസ്ലിങ്ങൾക്കെതിരെ സഹായം വാഗ്ദാനം ചെയ്തു എന്നാണ്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ആക്രമണം നടത്തിയതിന്റെ തെളിവ് ലഭ്യമല്ല. അവർ ആയുധം എടുത്തതിന്റെ രേഖയില്ല. പിന്നെ എന്തിന്റെ പേരിൽ നിങ്ങൾ കൊന്നത്? 900 മനുഷ്യന്മാരെ കൊന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾ കണക്ക് പറയും. ഇനി ഒരു നേതാവ്, ബനു ഖുറൈളയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഖുറൈശികളുടെ ഏതെങ്കിലും ഒരു നേതാവുമായിട്ട് ചർച്ച നടത്തിയാൽ ആ ഗോത്രത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഗുഹ്യരോമത്തിന്റെ കളർ നോക്കിയിട്ട് അറുത്ത് കളയാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? ശിക്ഷ. ഈ കരാർ ലംഘനം മദീന ഉടമ്പടിയുടെ ഭാഗമാണ് എന്ന് മുസ്ലിം ചരിത്രകാരന്മാർ വാദിക്കുന്നു. പക്ഷേ ഉടമ്പടിയിൽ ബനു ഖുറൈളയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഇത് ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന നിന്റെ വാദം ശരിവെക്കാം. ആരെ വാദം? എന്റെ വാദം. അപ്പൊ ബാസിലിനെയോ? ബാസിലിനെ പണ്ടേ തള്ളി. ഇപ്പൊ ഗ്രോക്കിന്റെ ആളായി. ബാസിലിനെ തള്ളി. ബാസിൽ നേരത്തെ ഗ്രോക്കിനെ തള്ളി. ഇനി പറഞ്ഞു വെച്ചതൊക്കെ കൂടെ എന്താക്കും ബാസിലേജ്? നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളത്, ഫസ്റ്റത്തെ ഒന്നാമത്തെ എടുത്തിട്ടുള്ളൂ. ഇനി എന്തോരം എടുക്കാനുണ്ട്? നിന്റെ വിമർശനവും ചോദ്യവും, എന്റെ ചോദ്യങ്ങൾ മുഴുവൻ അഡ്രസ് ചെയ്തിട്ടില്ല. അഡ്രസ് ചെയ്ത ചോദ്യത്തിന്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഗ്രോക്ക് തന്ന മറുപടി അബ്ദുള്ള ബാസിലെ പാങ്ങുണ്ടെങ്കിൽ, അതിന് ആർജവം ഉണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറ, ഗ്രോക്കിനെ കൊണ്ട് പറയിപ്പിക്കേ. ബനു ഖുറൈളയുടെ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നവർക്ക് കരാർ ഏതാണെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കേണ്ട ബാധ്യതയില്ലേ എന്ന എന്റെ ചോദ്യം. അതിനുള്ള മറുപടി കേട്ടോ. ഇത് പൂർണ്ണമായും ശരിയാണ്. ഇത് പൂർണ്ണമായും ശരിയാണ്. 900 മനുഷ്യരെ ഒറ്റപ്പകൽ തച്ചിനിരുന്ന് തലയറുത്തവൻ, അവര് ചെയ്ത ആ കിരാത പ്രവർത്തനത്തിന് ന്യായീകരണം ചമക്കാൻ 2024 മൈക്ക് സെറ്റും വാടകയ്ക്കെടുത്ത് സ്റ്റുഡിയോ റൂമും തുറന്ന് പൗഡർ ഇട്ടിരിക്കുന്നവർ, മനുഷ്യത്വ വിരുദ്ധമായ കിരാതമായ ഗോത്രകാല പ്രവൃത്തിയെ, മനുഷ്യത്വരഹിതമായ കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നവർക്ക് അതിന്റെ കാരണമായി പറയുന്ന കരാറിന്റെ ഒറിജിനൽ കൊണ്ടുവരാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക്. ഏതാണ് ആ കരാർ? അബ്ദുള്ള ബാസിലെ ആർജവമുണ്ടോ? ഒരു ഗ്രോക്കിനെയും കൊണ്ട് നിൽക്കുവാൻ. ഇവിടെ ഗ്രോക്ക് കിട്ടിയോ? കരാർ തന്നോ? എക്സ് മുസ്ലിങ്ങളെയൊക്കെ കൂടി ഗ്രോക്ക് മൂക്കി കയറ്റിയോ? എന്താ ബനു ഖുറൈള കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്നവർക്ക് കരാർ ഏതാണെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കേണ്ട ബാധ്യതയില്ലേ എന്ന എന്റെ ചോദ്യത്തിന് മറുപടി ഇത് പൂർണ്ണമായും ശരിയാണ്. ചരിത്ര ഗ്രന്ഥത്തിൽ ഒരു കരാർ ലംഘനം സംഭവിച്ചതായി പറയുന്നുണ്ട്. പക്ഷേ അത് ഏത് കരാർ, അതിന്റെ വ്യവസ്ഥകൾ എന്താണ്, അത് ബനു ഖുറൈളയെ ബാധകമാക്കുന്നുണ്ടോ എന്നതിന് വ്യക്തമായ തെളിവ് നൽകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ചരിത്രപരമായ അവ്യക്തതയാണ്. ഇത് ആധുനിക വിമർശകൻ, നിന്നെ പോലെ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ
ചൂണ്ടിക്കാണിക്കുന്നു. അത് നമ്മൾ ചെയ്യും. നമ്മൾ തന്നെ പറഞ്ഞത് ഏത് കരാറാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ഒരു കരാറിന്റെ മറ പിടിച്ച് ഒരു കൂട്ടക്കൊല ന്യായീകരിക്കാൻ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് സാധ്യമല്ല. അതല്ലേ എന്റെ പോയിന്റ് ബാസിലെ? കരാറുണ്ട് എന്ന് പുസ്തകത്തിൽ എഴുതുന്നത് അല്ല കരാറ്. കരാർ എന്ന് പറഞ്ഞാൽ കരാറ് കിട്ടണം. അതിൽ ആരൊക്കെ ഭാഗമായിരുന്നു എന്നറിയണം. എന്താണ് അതിലെ വ്യവസ്ഥ എന്നറിയണം. അതിനല്ലേ കരാറ്. ഏതാണ് ആ കരാറ്? ഇജു ഒന്നും കൂടി ചോദിക്ക്, ഗ്രോക്കിനോട് ചോദിക്ക്. നമ്മള് പറഞ്ഞതൊക്കെ ഭാഗം മുസീബത്തായി ഗ്രോക്കെ, രക്ഷിക്കണമൊക്കെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ചെല്ല്. ഒന്നുകൂടി ചെല്ല്. മാനവിക വീക്ഷണം അതുകൂടി കേട്ടോ. അതുകൂടി ഒന്ന് കേട്ടളാ. എന്നിട്ട് വല്ല കുന്നിന്റെ മുകളിൽ കയറിക്കോ, പണ്ട് മുഹമ്മദ് നബി കയറിയ പോലെ. മാനവിക വീക്ഷണം തന്നെ കേട്ടോ. നിന്റെ വാദം, അതായത് എന്റെ വാദം, ഇസ്ലാം മനുഷ്യത്വ വിരുദ്ധവും ഗോത്ര നിയമങ്ങളിൽ അധിഷ്ഠിതവുമാണ് എന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ആരോപണത്തിനോടുള്ള ഗ്രോക്കിന്റെ മറുപടിയാണ് കേട്ടോളി. ഇസ്ലാം മനുഷ്യത്വ വിരുദ്ധവും ഗോത്ര നിയമങ്ങളിൽ അധിഷ്ഠിതവുമാണ് എന്നത് ഈ സംഭവത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഏത് സംഭവത്തിൽ? ബനു ഖുറൈള സംഭവത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. 600 മുതൽ 900 പുരുഷന്മാരുടെ കൊലപാതകവും സ്ത്രീ കുട്ടികളുടെയും അടിമത്തവും ആധുനിക ധാർമ്മികതയിൽ ഒരിക്കലും ന്യായീകരിക്കപ്പെടില്ല. ശ്രദ്ധിച്ചു കേട്ടോ ബാസിലെ, അണ്ണാക്കിൽ കോർക്ക് തിരികെ വെച്ചോ. അത് ഏത് കരാർ ലംഘനത്തിന്റെ പേര് പറഞ്ഞാലും 600 മുതൽ 900 മനുഷ്യരുടെ നിഷ്ഠൂരമായ കൊലപാതകവും സ്ത്രീകളുടെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചതും ആധുനിക ധാർമ്മികതയിൽ ഒരിക്കലും ന്യായീകരിക്കപ്പെടില്ല. അത് ഏത് കരാർ ലംഘനത്തിന്റെ പേരിലായാലും. 2024 കൂട്ടക്കൊലയെ ന്യായീകരിക്കുന്ന എല്ലാവരുടെയും അണ്ണാക്കിലേക്ക് ഗ്രോക്ക് തന്റെ കോർക്ക് തിരികെ വയ്ക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഗ്രോക്കിനോട് പറയും, അടുത്ത മറുപടി തരാൻ പറയും. നിങ്ങൾ കൊണ്ടുവരേ, നമുക്ക് പരിശോധിക്കാം. ചോദിക്കാനുണ്ട് നമുക്കും ഗ്രോക്കിനോട് ചില ചോദ്യങ്ങൾ. കൊണ്ടുവാവാസിലെ നിഗമനം. എന്റെ ചോദ്യങ്ങളിൽ ഉത്തരങ്ങൾ നൽകിയതിനു ശേഷം ഗ്രോക്കിന്റെ നിഗമനം വരിഞ്ഞു. എന്താണ്? മദീന ഉടമ്പടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൽ ബനു ഖുറൈളയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ നേരിട്ട് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അവർ ഈ കരാറിന്റെ ഭാഗമായിരുന്നോ എന്ന് വ്യക്തമല്ല. ബാസിൽ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? കരാറിൽ പേര് പരാമർശിക്കപ്പെട്ട ആളുകളുടെ പേര് അത് കഴിഞ്ഞിട്ട് എടുത്തു പറയാ എന്ത്? ബനു ഖുറൈള ഈ കരാറിന്റെ ഭാഗമായിരുന്നു. നമ്മൾ തെളിവ് സഹിതം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മദീന ഉടമ്പടി തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ബനു ഖുറൈളയുടെ പേര് നേരിട്ട് പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അവർ ഈ കരാറിന്റെ ഭാഗമായിരുന്നോ എന്ന് വ്യക്തമല്ല. ഇപ്പൊ ഗ്രോക്കിന് വ്യക്തമല്ല. നേരത്തെ ബനു ഖുറൈള കരാറിന്റെ ഭാഗമായിരുന്നു എന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഗ്രോക്ക് വെച്ചത്, ബാസിലിനോട് കൊടുത്തത്. അത് പൊക്കി പിടിച്ചാണ് ബാസിൽ വന്നത്. ഇപ്പൊ എന്തായി? ബാസിലേ. ഇനി ബാസിൽ പറഞ്ഞത് അതല്ലാതെയും കരാറുണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഗ്രോക്ക് പറയുന്ന നിഗമനം, മറ്റൊരു പ്രത്യേക കരാർ ഉണ്ടായിരുന്നതിന് തെളിവില്ല. മദീന പാക്റ്റിൽ ബനു ഖുറൈളയുടെ പേരില്ല. മറ്റൊരു പ്രത്യേക കരാർ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. ബനു ഖുറൈളയുടെ ശിക്ഷ ന്യായീകരിക്കാൻ കരാർ ലംഘനത്തിന്റെ വ്യക്തമായ തെളിവ് ആവശ്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോളി. ബനു ഖുറൈളയെ ശിക്ഷയെ ന്യായീകരിക്കാൻ കരാർ ലംഘനത്തിന്റെ വ്യക്തമായ തെളിവ് ആവശ്യമാണ്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായി ലഭ്യമല്ല. ഇതൊരു ചരിത്രപരമായ വിടവാണ്. നിന്റെ വിമർശനം അതിനെ ചോദ്യം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെയൊക്കെ സമ്മതത്തോടു കൂടി ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഒറ്റ ചോദ്യം ഗ്രോക്കിനോടും ബാസിലിനോടും. ഗ്രോക്ക് ഇപ്പൊ കൈ കഴുകി, ഇനി ബാസിലിനോട് ചോദിക്കാൻ, ബാസിലിനോട് ടീമിനോട് ഞാൻ ഒരിക്കൽ കൂടി ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ എനിക്ക് അനുമതി തരണം. എന്താണ് ആ ചോദ്യം എന്ന് മനസ്സിലായവർ ദയവ് ചെയ്തിട്ട് ആ കമന്റ് ബോക്സിൽ ആ ചോദ്യം ഒന്ന് എനിക്ക് വേണ്ടി എഴുതണം. ബാസിലിനോടും സംഘത്തിനോടും എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമുള്ളൂ. എന്താണെന്നറിയോ? അത് എഴുത്, ആരെങ്കിലും എഴുത്. ബാസിലിനോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ. ബാസിലിനോടും സംഘത്തിനോടും ഏതാണ് ആ കരാർ? ബാസിലെ പൊന്നാര ബാസിലെ ഇജ്ജ് പറയ്, ഏതാണ് ആ കരാർ? കാരണം നമുക്ക് വേണ്ടത് തെളിവാണ്, അല്ലാതെ ഇങ്ങനത്തെ വെളിവുകേടും വെകിളിത്തരമല്ല. തെളിവ് വേണം ബാസിലെ, തെളിവ്. കരാറ് വേണം ബാസിലെ, കരാറുണ്ടെങ്കിലും ബനു ഖുറൈള കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ മനുഷ്യത്വമുള്ള ഒരു ഉത്തരം കഴിയില്ല. കരാറുണ്ടെങ്കിലും. അപ്പൊ പിന്നെ കരാർ കൂടി ഇല്ലെങ്കിലോ? കരാറില്ല എന്ന് ഞാൻ ഇനിയും പറയൂല. കരാർ നമുക്ക് അറിയില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കണേ, ഏതാണ് ആ കരാർ? ഇനിയും ചോദിക്കും, ഉത്തരമുണ്ടോ ബാസിലിന്? ഉത്തരമുണ്ടോ? ആർജവമുണ്ടോ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആർജവമുണ്ടോ? വലിയ പണ്ഡിതന്മാരുണ്ടല്ലോ, കൊണ്ടുവരും. ബനു ഖുറൈള പേര് പരാമർശിക്കപ്പെട്ട കരാറിന്റെ പകർപ്പ് കൊണ്ടുവരൂ. ഉമ്മർക്ക് പറഞ്ഞ മാതിരി ഇതും കൊണ്ട് വന്നിട്ട് കാര്യമില്ല ബാസിലെ. ഇതല്ല കരാർ.
തെളിവോ ഇല്ല. വെളിവെങ്കിലും വേണ്ടേ? ആനന്ദ് പറയുന്ന പോലെ വെളിവെങ്കിലും വേണ്ടേ? തെളിവില്ല എന്നപ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി കുറെ കാര്യങ്ങൾ പറയാണ്ട്. ഇതിന്റെ അടുത്ത ഭാഗത്ത് ഇവർ പറഞ്ഞ ഒരു നിഷ്പക്ഷമതിയായ ഒരു പിന്നെ സഅദ് ബിൻ മുആദയുടെ പേര് പറയുന്നുണ്ട്. ആൾ നിഷ്പക്ഷമതിയായിരുന്നോ അല്ല എന്ന് കൃത്യമായ തെളിവ് അതും നമ്മൾ ഗ്രോക്കിനോട് ചോദിച്ചപ്പോൾ ഗ്രോക്ക് അവസാനം സമ്മതിച്ചു. ബാസിലിനോട് ചോദിച്ചപ്പോൾ ബാസിൽ പറഞ്ഞത് അത് നിഷ്പക്ഷമായ ഒരു സംഭവം ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ സമയക്കുറവ് കൊണ്ട് മാത്രം അതിന്റെ ആ AI-യുടെ ഇതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് 1-2 സംഭവങ്ങൾ തരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരൊറ്റ ഹദീസാണ്. അല്ലെ വേണ്ട, നമുക്കത് ഇതിപ്പം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതൊന്നുമില്ലാതെ ശിക്ഷ വിധിച്ച സമയത്ത് ഈ സഅദ് ബിൻ മുആദ എന്ന് പറയുന്ന ആളുടെ വിധി പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകളും ഗ്രോക്ക് പറഞ്ഞ വാദവും അതിന്റെ വസ്തുതയും അതിന്റെ തെളിവുകളും ചരിത്രപരമായ തെളിവുകളും എല്ലാം കൂടെ നിരത്തി ഞാനും ഉമ്മർ ഭായി ഒരു ദിവസം വരാം. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ വരാം. സഅദ് ബിൻ മുആദയും ഈ പറയപ്പെടുന്ന ഒരു കരാറും തെളിവുമില്ലാത്ത കേവലമായ ഊഹാപോഹങ്ങളും ആരോപണങ്ങളും മാത്രം മുന്നിൽ നിർത്തി ഒരു കൂട്ടം മനുഷ്യരെ അവിടുന്ന് നിഷ്കാസനം ചെയ്യാനും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ സമ്പത്തും കൊള്ളയടിക്കാനും മുഹമ്മദ് ആസൂത്രണം ചെയ്ത ഒരു ഗൂഢാലോചനയായിരുന്നു ഈ കരാർ ലംഘനം എന്ന ആരോപണം എന്ന് വളരെ വ്യക്തമാണ്. അപ്പോ എന്തായാലും ഈ യാത്രയിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി നമ്മൾ സമഗ്രമായി സത്യസന്ധമായി വസ്തുനിഷ്ഠമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാക്ഷേപമോ ആക്രോശമോ ആരോടും പ്രശ്നങ്ങളോ ആരെങ്കിലും തെറിയോ ഒന്നുമില്ല, അധിക്ഷേപമില്ല, ഒന്നുമില്ല. നമ്മൾ വളരെ കൃത്യമായി നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ, പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, വായിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, തെളിവുകൾ പരിശോധിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ നിങ്ങളോട് ആത്മവിശ്വാസത്തോടു കൂടി ആർജവത്തോട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് പോലും പുറകോട്ട് പോകേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് 100% ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ മുതിരാറില്ല. കാരണം ബോധ്യമുള്ള കാര്യങ്ങൾ നിറയെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഗ്രോക്കിന്റെ കഷ്ണം കാണുമ്പോഴത്തേക്ക്, എവിടെയെങ്കിലും ഒരു ചാറ്റ് GPT അറ്റം കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കൂ, ഇവർ പറയുന്നത് ബാക്കി എല്ലാ ചാറ്റ് GPTകളും ബയാസ്ഡ് ആണെന്നാണ്. എന്നിട്ട് ഏതെങ്കിലും ബയാസ്ഡ് ആയിട്ടുള്ള ചാറ്റ് GPT എടുത്തിട്ട് നമ്മൾ ഇസ്ലാമിനെതിരെ യുദ്ധ പ്രഖ്യാപനം നടത്തി. ഇനി ഞാൻ പറഞ്ഞത് ഗ്രോക്കിന്റെ മേലക്ക് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞിട്ട് 3 പടി മണ്ണും വാരിയിട്ടിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം.